എത്താനായില്ലേ? വലിയ വീട്ടിന്റെ ഉമ്മറക്കോലായിൽ ഇരുന്നു കൊണ്ട് മാധവൻ നായർ ഭാര്യയോട് ചോദിച്ചു. ദേ ഇവിടെ എത്താനായെന്നാ പറഞ്ഞത്. ഓട്ടോയിലല്ലേ, വേഗം ഇങ്ങെത്തും. മാധവൻ നായരുടെ ഭാര്യ വനജ പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ ദിവ്യയുടെ ഓട്ടോ അവരുടെ വീടിന്റെ ഗേറ്റിന് മുൻപിൽ വന്നു നിന്നു. ആ ദേ മോളെത്തി. മാധവൻ നായരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ഓട്ടോയിൽ നിന്നിറങ്ങിയ ദിവ്യ പതിയെ വീടിന് മുറ്റത്തേക്ക് വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ കല്യാണം? ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ചോ? ദിവ്യ അവളുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോയുള്ള വരവാണ്. അതുകൊണ്ട് തന്നെ അവൾ വന്ന പാടെ അച്ഛൻ കാര്യം തിരക്കി. ഓ നല്ല രസമുണ്ടായിരുന്നു അച്ഛാ. കൂട്ടുകാരികളെല്ലാവരും കൂടെ ഒന്ന് ഉഷാറാക്കി. പിന്നെ കല്യാണവും അടിപൊളിയായിരുന്നു. നല്ല ഓഡിറ്റോറിയവും സദ്യയും ചെറുക്കൻ്റെ വീട്ടുകാരുടെ ബാൻഡും മേളവും ഒക്കെയായി സൂപ്പറായി, ദിവ്യ അച്ഛനോട് പറഞ്ഞു. ഓട്ടോ വിളിച്ചു വരാൻ ബുദ്ധിമുട്ടായില്ലേ മോളെ? കാർ എടുത്തു പോകായിരുന്നു. ഡ്രൈവർ രാഘവൻ ഇന്ന് അത്യാവശ്യമായി ലീവ് എടുത്തു പോയതുകൊണ്ടാ, അച്ഛൻ പറഞ്ഞു. സാരമില്ല അച്ഛാ, എപ്പോഴും കാറിലല്ലേ. കുറേ നാളായി കയറാതെ ഇന്ന് ഓട്ടോയിൽ കയറിയപ്പോൾ നല്ലൊരു സുഖം. ഞാൻ എന്തായാലും ചെന്ന് ഡ്രസ്സ് മാറട്ടെ. ദിവ്യ പതിയെ വീടിനകത്തേക്ക് കയറിപ്പോയി. അവൾ അകത്തേക്ക് ചെന്നപ്പോൾ അച്ഛൻ്റെ മുഖത്തെന്തോ ഒരു വിഷമം വന്നു നിറഞ്ഞു. അമ്മയുടെ മുഖത്തും അതെ, വല്ലാത്തൊരു വിഷമം നിഴലിക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരികളുടെ ഒക്കെ കല്യാണം കഴിഞ്ഞു. മോൾക്കും ഏതെങ്കിലും ഒരാലോചന ഒന്ന് ശരിയായി കിട്ടണമായിരുന്നു, അച്ഛൻ അമ്മയോട് പറഞ്ഞു. അവൾ ഇന്ന് രാവിലെ മാറ്റി പുറപ്പെട്ട് കല്യാണത്തിന് പോകുമ്പോൾ തൊട്ട് ഞാൻ അതാ ചിന്തിക്കുന്നത്. പറ്റിയ ഏതെങ്കിലും ഒരു ബന്ധം പെട്ടെന്ന് ശരിയായാൽ മതിയായിരുന്നു. സ്വത്തുണ്ട്, പണമുണ്ട്, ഒക്കെ ശരിയാണ്. എന്നാലും അവളുടെ കാര്യത്തിലെന്നും ഒരാവലാതിയാണ്. അമ്മയുടെ മുഖത്തും വല്ലാത്ത ദുഃഖം നിറഞ്ഞു നിന്നു. സാമ്പത്തികമായി വളരെ നല്ല നിലയിലുള്ള ഒരു വീട്ടിലെ പെൺകുട്ടിയാണ് ദിവ്യ. മാധവൻ നായരുടെയും വനജയുടെയും ഏക മകൾ. ഒരുപാട് വർഷത്തെ നേർച്ചയുടെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് ദിവ്യ ജനിക്കുന്നത്. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞായതുകൊണ്ട് തന്നെ അവൾ ജനിച്ചപ്പോൾ അവരുടെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സന്തോഷത്തിൻ്റെ കൂടെ ഒരു വിഷമം കൂടി അവർക്കുണ്ടായിരുന്നു. ഒരു വൈകല്യമുള്ള കുഞ്ഞായാണ് അവൾ ജനിക്കുന്നത്. ദിവ്യ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് ആ കാര്യം മനസ്സിലായത്. ഒരു കാലിനല്പം നീളക്കുറവുള്ളതുകൊണ്ട് തന്നെ അവൾക്കല്പം മുടന്തി മാത്രമേ നടക്കാൻ കഴിയൂ. സർജറി ചെയ്യാനായി ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴാണ് നീളക്കുറവിനൊപ്പം തന്നെ കാലിനല്പം സ്വാധീനക്കുറവ് കൂടിയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞത്. ശരിയാക്കാനായി 2 സർജറി ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ നടന്നെങ്കിലും അവളുടെ നടത്തത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. വളർന്നപ്പോഴും അവൾക്ക് മുടന്തി മാത്രമേ നടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. കാണാൻ സുന്ദരിയായിരുന്നു ദിവ്യ എങ്കിലും അവളുടെ കാലിൻ്റെ സ്വാധീനക്കുറവ് അവളെ സംബന്ധിച്ച് വലിയൊരു പോരായ്മ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒന്നും തന്നെ ആ അച്ഛനും അമ്മയും അവളെ ഒരിക്കലും അറിയിച്ചിട്ടില്ല. അവരവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു വളർത്തി. അവൾ സന്തോഷമായിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്താണ് അവളെ വളർത്തി വലുതാക്കിയത്. ഇപ്പോൾ ദിവ്യയുടെ പ്രായത്തിലുള്ള പെൺകുട്ടികളുടെയും അവളുടെ കൂട്ടുകാരികളുടെയും ഒക്കെ വിവാഹങ്ങൾ നടക്കുന്നത് കാണുമ്പോൾ തൻ്റെ മകളുടെ കാര്യമോർത്ത് ആ അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൽ എപ്പോഴും വിഷമമായിരുന്നു. ആദ്യമൊക്കെ ദിവ്യയ്ക്ക് ഒരുപാട് വിവാഹാലോചനകൾ വന്നിരുന്നു. പക്ഷേ അതൊക്കെ അവളുടെ വൈകല്യം കാരണം മുടങ്ങിപ്പോയി. ആ അച്ഛൻ്റെയും അമ്മയുടെയും സ്വാർത്ഥ താല്പര്യം കൊണ്ടാണോ എന്നറിയില്ല, തൻ്റെ മകളെ അവളെപ്പോലെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നായിരുന്നു അവരുടെ മനസ്സിലുള്ള ആഗ്രഹം. അതിനുവേണ്ടി അവർ ഒരുപാട് വിവാഹ ബ്രോക്കർമാരെ കണ്ട് സംസാരിച്ചു. അടുത്ത ദിവസങ്ങളിലായി ഒരുപാട് പേർ വന്നു പോയിക്കൊണ്ടിരുന്നെങ്കിലും അവസാനം എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു പോവും. അതാണ് പതിവ്. അങ്ങനെ ദിവസവും ഓരോരുത്തരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിന്ന് അവളുടെ മനസ്സിനും വിഷമം വന്നു തുടങ്ങി. വിവാഹത്തോട് തന്നെ അവൾക്ക് വെറുപ്പായി. ഒരു ദിവസം പുതിയൊരു വിവാഹാലോചനയുമായി ഒരാൾ വന്നു പോയപ്പോൾ അവൾ അച്ഛനോടും അമ്മയോടുമായി പറഞ്ഞു. അച്ഛാ, അമ്മേ, നിങ്ങൾ രണ്ടാളും കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. ഉള്ള കാലം അത്രയും നിങ്ങളുടെ 2 പേരുടെയും കൂടെ ജീവിച്ചാൽ മതി. അതിൽ കൂടുതലുള്ള സന്തോഷം എനിക്ക് മറ്റെവിടെയും കിട്ടില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം പോലെ ഒരു കുറവുമില്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചാൽ എൻ്റെ കുറവ് ചിലപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായി മാറില്ലെന്ന് എന്താ ഒരു ഉറപ്പ്? ഇനി നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിപ്പിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ എന്തെങ്കിലും ഒരു കുറവുള്ള ഒരാളെ ഞാൻ വിവാഹം കഴിച്ചോളാം.
വിഷമത്തോടെയാണെങ്കിലും അതും പറഞ്ഞിട്ട് അവൾ മുടന്തി അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി വാതിലടച്ചു. അവൾ പറഞ്ഞു പോയത് കേട്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും വല്ലാത്ത വിഷമമായി. അവളുടെ കാര്യമോർത്ത് മനസ്സിൽ ആദി കയറി തുടങ്ങി. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം ദിവ്യ വീട്ടുമുറ്റത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നത്. അവൾ ചെടി നനയ്ക്കുന്നത് നിർത്തി ആരാണെന്ന് നോക്കി. അപ്പോൾ കാറിൽ നിന്ന് കുറച്ചു പ്രായമുള്ള അപരിചിതനായ ഒരാൾ ഇറങ്ങി വന്ന് അവളെ നോക്കി ഒന്ന് ചിരിച്ചു. മോളെ, അച്ഛൻ ഇവിടില്ലേ? അയാൾ ദിവ്യയോട് ചോദിച്ചു. അച്ഛൻ അകത്തുണ്ട്, ഞാൻ വിളിക്കാം. ആരാണെന്നാ പറയണ്ടേ? അവൾ സൗമ്യമായി ചോദിച്ചു. മോള് പോയി അച്ഛനെ ഒന്ന് വിളിക്കി. ഞങ്ങളിവിടെ മോളെ കാണാനായിട്ട് തന്നെ വന്നതാണ്. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ദിവ്യ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അച്ഛൻ വേഗം പുറത്തേക്ക് വന്ന് അയാളുമായി സംസാരിച്ച ശേഷം കാർ മുറ്റത്തേക്ക് കയറ്റി പയ്യനെയും കൂടെയുള്ളവരെയും കൂട്ടി അകത്തേക്ക് വന്ന് സ്വീകരിച്ചിരുത്തി. അവർ അകത്തേക്ക് കയറിയിരുന്നു. കൂടെ ഉണ്ടായിരുന്ന പ്രായമായ ആളപ്പോൾ അച്ഛനോട് പറഞ്ഞു. ദാ ഇതാണ് പയ്യൻ, വിശാൽ എന്നാണ് പേര്. ടൗണിൽ ഇവർക്ക് ഒരു ജ്വല്ലറി ഉണ്ട്. പിന്നെ പയ്യന്റെ വീട്ടിലിപ്പോ അമ്മ മാത്രമേ ഉള്ളൂ. പെങ്ങളൊരാളുള്ളതിനെ കെട്ടിച്ചയച്ചു. സാമ്പത്തികമായിട്ട് തരക്കേടില്ലാത്തൊരു കുടുംബമാണ്, അയാൾ പറഞ്ഞു. അച്ഛൻ അപ്പോൾ വിശാലിനെ നന്നായി ഒന്ന് നോക്കി. കാഴ്ചയിൽ സുന്ദരനായ നല്ലൊരു ചെറുപ്പക്കാരൻ. അയാൾ അടുക്കളയിൽ ചെന്ന് വേഗം ചായ എടുക്കാൻ പറഞ്ഞു. ദിവ്യ ചായയുമായി അവർക്കരികിലേക്ക് വന്നു. വിശാലിനെ കണ്ടപ്പോൾ അവൾക്കൊരിഷ്ടമൊക്കെ തോന്നി. അങ്ങനെ ചായ കുടിയും പെണ്ണ് കാണൽ ചടങ്ങുമൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വേണമെങ്കിൽ സംസാരിച്ചോളൂ ട്ടോ, കൂടെ ഉണ്ടായിരുന്ന പ്രായമായ ആൾ പറഞ്ഞപ്പോൾ വിശാൽ അവിടെ നിന്നും എഴുന്നേറ്റു. ദിവ്യയുടെ അടുത്തേക്ക് ചെന്നു. ശേഷം അവളെയും കൂട്ടി അല്പം ഒന്ന് മാറി നിന്നു. ദിവ്യ ഏതുവരെ പഠിച്ചു? വിശാൽ ചോദിച്ചു. B.Ed വരെ പഠിച്ചു. പിന്നെ തുടർന്ന് പഠിക്കാൻ പോയില്ലേ? എന്തുപറ്റി? തുടർന്ന് പഠിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹമുണ്ട്. അപ്പോൾ പിന്നെ തോന്നിയില്ലായിരുന്നു, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദിവ്യക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അവൾ വിശാലിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ചിരിച്ചു. എന്നിട്ട് പിന്നെ തലയൊന്ന് താഴ്ത്തി. ഏട്ടൻ എൻ്റെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ വന്നത്? അവൾ ചോദിച്ചു. അതെ ദിവ്യ, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. എല്ലാ മനുഷ്യരും എല്ലാം തികഞ്ഞു ജനിച്ചു കൊള്ളണമെന്നില്ലല്ലോ. എനിക്ക് ദിവ്യയെ വിവാഹം കഴിക്കാൻ പൂർണ്ണ സമ്മതമാണ്. ദിവ്യയുടെ താല്പര്യം എന്താണെന്നറിഞ്ഞാൽ കൊള്ളാം, വിശാൽ അവളോട് പറഞ്ഞു. എനിക്കും ഏട്ടനെ ഇഷ്ടമായി, ചെറിയൊരു നാണത്തോടെ അവൾ പറഞ്ഞു. രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി എന്ന കാര്യം കൂടെയുണ്ടായിരുന്ന പ്രായമായ ആൾ അപ്പോൾ തന്നെ ദിവ്യയുടെ അച്ഛനെ അറിയിച്ചു. അവൾക്കൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് വിശാൽ അവിടെ നിന്നിറങ്ങി. അന്നു മുതൽ ആ വീട്ടിൽ എന്തെന്നില്ലാത്ത സന്തോഷം ഒഴുകി നടന്നു. എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ പോവുകയാണല്ലോ. ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ് ഒരാൾ വന്നല്ലോ എന്നോർത്ത് ആ അച്ഛനും അമ്മയും ഒരുപാട് സന്തോഷിച്ചു. എല്ലാ വൈകല്യങ്ങളും കണ്ടുകൊണ്ട് ഒരു സുന്ദരനായ പയ്യൻ തന്നെ സ്വീകരിക്കാൻ തയ്യാറായല്ലോ എന്നോർത്ത് അവളും സന്തോഷത്തിൽ മതിമറന്നു. എല്ലാ പെൺകുട്ടികളെയും പോലെ അവളും നല്ലൊരു വിവാഹ ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങി. വിശാലിന് തന്നോടുള്ള സ്നേഹം അവൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് വിവാഹ നിശ്ചയം കഴിഞ്ഞ് അവനോടൊപ്പം പുറത്തു പോകുമ്പോഴാണ്. എപ്പോഴും അവളുടെ കാര്യത്തിൽ വിശാലിന് ഭയങ്കര ശ്രദ്ധയാണ്. കാലിന് വയ്യാത്ത എന്നെയും കൊണ്ട് സിനിമയ്ക്ക് പോവാനും പാർക്കിൽ പോവാനുമൊന്നും എൻ്റെ ഏട്ടന് ഒരു മടിയുമില്ലല്ലോ. ഇങ്ങനെ ഒരാളെ കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവതിയാണ്. അവളത് എപ്പോഴും ഓർക്കും. ഒരു വൈകുന്നേരം വിശാൽ ഇതുപോലെ ദിവ്യയെയും കൊണ്ട് പുറത്തു പോയ ദിവസം അവർ രണ്ടുപേരും ബീച്ചിൽ സംസാരിച്ചുകൊണ്ട് ഒരുമിച്ചിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ദിവ്യ വിശാലിൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു വെച്ചുകൊണ്ട് വിശാലിനോട് ചോദിച്ചു. ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏട്ടൻ സത്യം പറയുമോ? എന്താ ദിവ്യ, എന്താണെങ്കിലും ചോദിച്ചോളൂ. വിശാൽ അവളെ നോക്കി. ഏട്ടൻ എന്നെ പോലെ കാലിന് സ്വാധീനക്കുറവുള്ള ഒരു പെൺകുട്ടിയെയും കൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഏട്ടൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേർ ഇവിടെയുണ്ട്. അവരിൽ ചിലരുടെ കൂടെയൊക്കെ അവരുടെ ഭാര്യമാരും ലവ്വർമാരും ഒക്കെയുണ്ട്. അവരെയൊക്കെ കാണുമ്പോൾ ഏട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? ഏട്ടൻ്റെ പ്രായത്തിലുള്ള ചെക്കന്മാർക്കൊക്കെ നല്ല പെണ്ണാണല്ലോ കിട്ടിയത്. ഏട്ടന് മാത്രം കാലിന് സ്വാധീനക്കുറവുള്ള ഒരു പെൺകുട്ടിയാണല്ലോ കിട്ടിയത് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അവൾ ചോദിച്ചു. തൻ്റെ തോളിൽ ചാരിയിരിക്കുന്ന ദിവ്യയുടെ മുടിയകളിൽ വിശാൽ അപ്പോൾ മെല്ലെ തലോടി. എന്താ ദിവ്യ ഇങ്ങനെയൊക്കെ പറയുന്നത്?
ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്ന അന്ന് തന്നെ പറഞ്ഞില്ലേ, നിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്ന്. അതിനുശേഷം നമ്മൾ എവിടെയൊക്കെ പോയി. ഇവിടെ തന്നെ എത്ര തവണയായി നമ്മൾ വരുന്നു. എന്നിട്ട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഞാൻ നിന്നോട് ഒരു വെറുപ്പ് കാണിക്കുന്നത് പോലെ നിനക്ക് തോന്നിയോ? ഉണ്ടെങ്കിൽ പറ, വിശാൽ ദിവ്യയോട് ചോദിച്ചു. അവൻ പറഞ്ഞത് കേട്ട് അവൾ അല്പനേരം മൗനമായിരുന്നു. ഏട്ടൻ അങ്ങനെ പെരുമാറിയതായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചതല്ല കേട്ടോ, ഞാൻ എൻ്റെ ഒരു സമാധാനത്തിനു വേണ്ടി ചോദിച്ചതാ, അവൾ പറഞ്ഞു. എന്നാ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ചിരിക്കണ്ട. അതൊക്കെ പോട്ടെ, എന്തായി വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ? നമ്മുടെ വിവാഹത്തിന് ഇനി അധിക ദിവസം ഇല്ല കേട്ടോ, വിശാൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ഇനി അധിക ദിവസമില്ല. എത്ര പെട്ടെന്നാ അല്ലേ ഏട്ടാ ദിവസങ്ങൾ കടന്നു പോയത്. ഏട്ടൻ ഇന്നലെ കാണാൻ വന്നതുപോലെയാ എനിക്ക് തോന്നുന്നത്, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ അതെ, വിശാലും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയത് വളരെ പെട്ടെന്നായിരുന്നു. വളരെ മംഗളമായിട്ട് അതിഗംഭീരമായി അവരുടെ വിവാഹം നടന്നു. ഒന്നിനും ഒരു കുറവും വരുത്താതെ 100 പവൻ സ്വർണത്തിൽ പൊതിഞ്ഞാണ് ദിവ്യയെ അവളുടെ അച്ഛൻ വിവാഹം കഴിപ്പിച്ചയച്ചത്. വളരെ സ്നേഹത്തോടെ അവർ ഒരുമിച്ച് നല്ലൊരു ജീവിതം തുടങ്ങി. അവിടുന്ന് അങ്ങോട്ട് അവൾക്ക് സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. വിശാലിന്റെ വീടുമായും വീട്ടുകാരുമായും ദിവ്യ വളരെ പെട്ടെന്ന് തന്നെ ഇഴുകിച്ചേർന്നു. നടക്കുമ്പോൾ മുടന്തുണ്ട് എന്നുള്ളതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യത്തിലും ദിവ്യ മിടുക്കിയായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും വിശാലിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എല്ലാവരോടും നന്നായി പെരുമാറാനുമൊക്കെ അവൾ മുന്നിൽ തന്നെ ആയിരുന്നു. വിവാഹം കഴിച്ചു കൊടുത്തെങ്കിലും ദിവ്യയുടെ അച്ഛൻ അവൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ അപ്പോഴും തന്നാൽ കഴിയുന്നതെല്ലാം സാമ്പത്തികമായി അവർക്ക് വീണ്ടും വീണ്ടും ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. ദിവ്യയുടെ ജീവിതം അങ്ങനെ വളരെ സന്തോഷമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ അന്നൊരു ദിവസം രാത്രി വളരെ വൈകിയാണ് വിശാൽ ഷോപ്പിൽ നിന്നും വന്നത്. എന്നത്തെയും പോലെ അവർ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ നേരം റൂമിൽ തുണിയൊക്കെ അലമാരയിൽ അടുക്കി വെക്കുകയായിരുന്നു ദിവ്യ. അതിനിടയിൽ വിശാൽ ദിവ്യയെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. ദിവ്യ, നീ തിരക്കിലല്ലെങ്കിൽ ഒന്നിവിടം വരെ വാ, ഒരു കാര്യം പറയാനുണ്ട്. വിശാൽ പറഞ്ഞത് കേട്ട് ദിവ്യ തുണി മടക്കി വെക്കുന്നതിനിടയിൽ വിശാലിനെ ഒന്ന് നോക്കി. അവൻ അപ്പോൾ എന്തോ ആലോചിച്ചുകൊണ്ട് ബെഡിലിരിക്കുകയായിരുന്നു. എന്താ ഏട്ടാ? ഞാൻ നേരത്തെ തൊട്ടേ ഏട്ടനെ ശ്രദ്ധിക്കുന്നു. ഏട്ടൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്താ കാര്യം? അവൾ അവിടെ നിന്ന് ചോദിച്ചു. ദിവ്യ, നീ ആദ്യം തുണിയൊക്കെ അവിടെ വെച്ച് ഒന്നിവിടം വരെ വന്നേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, വിശാൽ പറഞ്ഞു. വിശാൽ വിളിക്കുന്നത് കേട്ടപ്പോൾ എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് ദിവ്യയ്ക്ക് മനസ്സിലായി. ദിവ്യ തുണിയെല്ലാം അടുക്കി വെക്കുന്നത് നിർത്തി വിശാലിന്റെ അടുത്തേക്ക് ചെന്നു. എന്താ ഏട്ടാ, എന്തോ അത്യാവശ്യ കാര്യമാണെന്ന് തോന്നുന്നു. എന്താ, പറഞ്ഞോളൂ, വിശാലിന്റെ അടുത്ത് ബെഡിലിരുന്നു കൊണ്ട് അവൾ ചോദിച്ചു. നീ അച്ഛനെ വിളിച്ച് അച്ഛനോട് കുറച്ച് പൈസ ചോദിക്കണം, ഒരു 5 ലക്ഷം രൂപ. നീ ചോദിച്ചാൽ അച്ഛൻ തരും. പറ്റുമെങ്കിൽ നാളെ തന്നെ വാങ്ങിക്കൊണ്ടുവരണം. നമ്മളെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നീ ഇന്ന് തന്നെ വിളിച്ചു നോക്ക്, ഇത് നിനക്കും കൂടി വേണ്ടിയാണല്ലോ, അവൻ പറഞ്ഞു. എന്ത് ബിസിനസ്സാണ് ഏട്ടാ? എന്താണെങ്കിലും ഇനി എങ്ങനെയാണ് അച്ഛനോട് ചോദിക്കുക? കഴിഞ്ഞ മാസം ഏട്ടൻ പുതിയ കാറ് വാങ്ങണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ അച്ഛൻ ഒന്നും നോക്കാതെ നമ്മൾക്ക് പൈസ എടുത്ത് തന്നില്ലേ? അതുപോലെ തന്നെ ഈ കുറഞ്ഞ കാലത്തിനിടയ്ക്ക് അച്ഛൻ നമുക്ക് പലപ്പോഴായിട്ട് പല കാര്യങ്ങൾക്കും അങ്ങോട്ട് ചോദിക്കാതെ തന്നെ പണം തന്നിട്ടില്ലേ? ഇനിയും നമ്മൾ എങ്ങനെയാ അച്ഛനോട് പൈസ ചോദിക്കുന്നത്? നമ്മുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ സാമ്പത്തികമായി അല്പം ബുദ്ധിമുട്ടിലാണ്. അത് അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. എന്നാലും അച്ഛൻ അത് നമ്മളോട് കാണിക്കാറില്ല. ഏട്ടാ, നമുക്ക് മറ്റെന്തെങ്കിലും ഒരു വഴി നോക്കുന്നതല്ലേ നല്ലത്. എനിക്കെന്തോ അച്ഛനെ ബുദ്ധിമുട്ടിക്കാൻ ഒരു മടി, ദിവ്യ വിശാലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ദിവ്യ പറഞ്ഞത് കേട്ടപ്പോൾ വിശാലിന്റെ മുഖം ആകെ മാറി. ദേഷ്യം കാരണം അവന്റെ മുഖം ചുവന്നു തുടുത്തു വന്നിരുന്നു. അവൻ അവളെ കൈ തട്ടി മാറ്റിക്കൊണ്ട് കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റു. അതുവരെ കണ്ട വിശാലിനെ അല്ല ദിവ്യ അപ്പോൾ അവിടെ കണ്ടത്. പിന്നെ നിന്നെ പോലുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് എൻ്റെ ഭാര്യയായി കൊണ്ടു നടക്കുന്നത് എൻ്റെ വിശാലമായ മനസ്സാണെന്ന് നീ കരുതിയോ? നിന്നെ പോലെ ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ഒരു പെണ്ണിനെ ഞാൻ കൊണ്ടു നടക്കുന്നില്ലേ? അപ്പോൾ പിന്നെ നിന്റെ അച്ഛൻ എനിക്ക് കുറച്ച് പൈസ തന്നാലെന്താ? എൻ്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ അച്ഛനെ വിളിച്ച് ആദ്യം ഞാൻ പറഞ്ഞ പൈസ ചോദിക്കേ, എന്നിട്ട് മതി ബാക്കിയുള്ള സംസാരമൊക്കെ, വിശാൽ അവളോട് വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അതും പറഞ്ഞ് അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. വിശാൽ പറഞ്ഞ വാക്കുകൾ കേട്ട് അവൾ ആകെ പേടിച്ചു പോയി.
വിശാൽ പറഞ്ഞത് അവൾക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ഏട്ടൻ തന്നെയാണോ ഇതൊക്കെ പറഞ്ഞത് എന്നോർത്ത് അവൾ ആകെ തളർന്നിരുന്നു. അവളുടെ ശരീരമാകെ വിറയ്ക്കാൻ തുടങ്ങി. ഇരുന്നിടത്തു നിന്ന് അവൾക്കൊന്ന് അനങ്ങാൻ കഴിയാത്ത വിധം അവളുടെ ശരീരം തളർന്നു പോയതുപോലെ അവൾക്ക് തോന്നി. എന്താണ് സംഭവിച്ചത് എന്ന് അവൾക്കപ്പോഴും മനസ്സിലായിരുന്നില്ല. കുറച്ചു നേരത്തേക്ക് അവൾ നിശ്ചലമായി ആ കട്ടിലിൽ തന്നെ ഇരുന്നു. അവളുടെ കാതുകളിൽ അവൻ പറഞ്ഞത് വീണ്ടും വീണ്ടും മുഴങ്ങി കേൾക്കാൻ തുടങ്ങി. അവൾ അതോർത്ത് ഒരുപാട് നേരം കട്ടിലിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. ഒരുപാട് നേരം അവൾ വിശാൽ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. വിശാൽ പറഞ്ഞത് കേട്ട് കരഞ്ഞു തളർന്ന അവൾ പിന്നീട് എപ്പോഴോ അവൾ പോലും അറിയാതെ പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് രാവിലെയാണ് വിശാൽ റൂമിലേക്ക് കയറി വന്നത്. അപ്പോഴും ദിവ്യ നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ദിവ്യയെ വിളിക്കാനൊന്നും നിന്നില്ല. അലമാരയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് ദിവ്യ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അപ്പോഴും അവൻ്റെ മുഖത്ത് അവളോടുള്ള ദേഷ്യം പ്രകടമായിരുന്നു. അവളോടൊരക്ഷരവും മിണ്ടാതെ വന്ന പോലെ തന്നെ വേഗം ബാത്റൂമിൽ പോയി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി ഇറങ്ങാൻ പോകുമ്പോൾ അവൾ അവനോട് ചോദിച്ചു, ഏട്ടൻ ഇന്ന് നേരത്തെ ഇറങ്ങുവാണോ? ഞാൻ വേഗം ഫ്രഷായിട്ട് ചായ എടുത്തു തരാം. ചായയൊക്കെ അമ്മ എടുത്തു തന്നോളും, നീ വെറുതെ ബുദ്ധിമുട്ടണ്ട. നീ ആദ്യം ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം ശരിയാക്കാൻ നോക്ക്. അവൻ വീണ്ടും അവളോട് പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് വരും, അപ്പോഴേക്കും നീ അച്ഛനെ വിളിച്ച് കാശിൻ്റെ കാര്യം റെഡിയാക്കി വെക്കണം. അവൻ ഭയങ്കര ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൾ ആകെ വിഷമത്തിലായി. വേറെ നിവൃത്തിയൊന്നുമില്ലാതെ അവൾ അല്പം കഴിഞ്ഞ് അച്ഛനെ വിളിച്ചു. പൈസയുടെ കാര്യം മാത്രം അവതരിപ്പിച്ചു. മോളെ, അത് പെട്ടെന്ന് പൈസ ചോദിച്ചാൽ. അപ്പോഴുള്ള അച്ഛൻ്റെ നിസ്സഹായാവസ്ഥ അച്ഛൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി. എങ്കിലും തന്നാൽ കഴിയുന്ന വിധം അച്ഛൻ അവളെ സഹായിക്കാമെന്ന് പറഞ്ഞു. മോള് ചോദിച്ചാൽ എങ്ങനെയാ കൊടുക്കാതിരിക്കുക എന്ന് കരുതി പല സ്ഥലങ്ങളിൽ നിന്നും പൈസ കടം വാങ്ങി അവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ ഇട്ടുകൊടുത്തു. അന്നുച്ചയ്ക്ക് വിശാൽ നേരത്തെ വന്നിരുന്നു. കാറിന്റെ ശബ്ദം കേട്ട് ദിവ്യ വാതിൽ തുറന്നു. വിശാൽ അകത്ത് കയറി ആദ്യം തന്നെ ചോദിച്ചത് അച്ഛൻ പൈസ റെഡിയാക്കി തന്നോ എന്നാണ്. ഊവേട്ടാ, ഏട്ടൻ പറഞ്ഞത്ര പൈസ കിട്ടിയില്ല. എന്നാലും അച്ഛനോട് കഴിയും വിധം എവിടുന്നൊക്കെയോ 2 ലക്ഷം രൂപ ഒപ്പിച്ച് അക്കൗണ്ടിലേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അല്പം ബുദ്ധിമുട്ടിലാണെന്ന് ഏട്ടനോട് പറയാൻ പറഞ്ഞു. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറഞ്ഞ തുകയില്ലെങ്കിലും കുറച്ചുകൂടി എവിടുന്നെങ്കിലും ശരിയാക്കി തരാമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അവൾ ഒരല്പം സന്തോഷത്തോടെയാണ് വിശാലിനോട് കാര്യം പറഞ്ഞത്. എന്നാൽ വിശാൽ അത് കേട്ട് ഒന്നും മിണ്ടാതെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി തുടങ്ങി. ഏട്ടൻ ഭക്ഷണം കഴിക്കുന്നില്ലേ? ഞാൻ വിളമ്പി തരട്ടെ? ദിവ്യ വിശാലിന്റെ പിന്നാലെ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറുന്നതിനിടയിൽ വിശാലിനോട് ചോദിച്ചു. അതിനവൻ കേട്ട ഭാവം നടിച്ചില്ല. ഒന്നും പറയാതെ അവൻ റൂമിലേക്ക് കയറി. പറഞ്ഞ പൈസ കിട്ടാത്തതിന്റെ ദേഷ്യമാണ് വിശാൽ ഈ കാണിക്കുന്നത് എന്ന് അവൾക്ക് വിശാലിന്റെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലായി. അവൾ പിന്നെ പൈസയുടെ കാര്യമൊന്നും സംസാരിക്കാൻ പോയില്ല. ഇനി അഥവാ പൈസയുടെ കാര്യം എന്തെങ്കിലും സംസാരിച്ചാൽ വീണ്ടും വഴക്ക് പറയുമോ എന്ന് അവൾക്കൊരു പേടിയുണ്ടായിരുന്നു. വിശാൽ അവന്റെ ഷർട്ട് അയച്ച് ആങ്കറിൽ കൊളുത്തി പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്ത് നോക്കുന്നതിനിടയിൽ ദിവ്യ അങ്ങോട്ട് ചെന്നു. ഏട്ടാ, ഏട്ടൻ ഇന്നൊരു പാർട്ടിക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? ഏട്ടൻ പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോവാമോ? കുറേ നാളായി ഏട്ടൻ്റെ കൂടെ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്, അവൾ വിശാലിനോട് സൗമ്യമായി പറഞ്ഞു. ദിവ്യ പറയുന്നത് കേട്ടപ്പോൾ അവൻ ഫോണിൽ നിന്നും കണ്ണെടുത്ത് ദിവ്യയെ അടിമുടിയൊന്നു നോക്കി. എന്നിട്ട് പറഞ്ഞു, പാർട്ടിക്ക് കൊണ്ടുപോകണം പോലും? നിന്നെപ്പോലുള്ള ചട്ടുകാലത്തികളെയൊന്നും കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമല്ല അവിടെ. ഒരുപാട് വലിയ വലിയ ആളുകൾ വരുന്ന ഫംഗ്ഷനാണ്. അവിടെ അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ നിന്നെ എങ്ങനെയാ ഞാൻ കൊണ്ടുപോകുന്നത്? മിണ്ടാതെ വീടിന്റെ ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്നോണം. നിന്നെ വിവാഹം കഴിച്ചത് മുതൽ ബിസിനസ് ആകെ തകർന്ന് മോശമായി കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മോശമാകാതിരിക്കാനാ? നിന്നെപ്പോലുള്ള ചട്ടുകാലത്തിയല്ലേ രാവിലെ തന്നെ കണ്ടുപോകുന്നത്. ബിസിനസ് മോശമായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതിനിടയ്ക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഒരു പാർട്ടിക്ക് പോകാമെന്ന് കരുതിയത്. അപ്പോൾ അവൾക്ക് എൻ്റെ കൂടെ പാർട്ടിക്ക് വരണം പോലും. ഇങ്ങനെ മുടന്തി നടക്കുന്ന നിന്നെയും കൊണ്ട് ഞാൻ എങ്ങനെയാ ഒരു പാർട്ടിക്ക് പോകുന്നത്? ഛേ, അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. അവിടേക്ക് നിന്നെ കൊണ്ടുപോകുന്നത് തന്നെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. വിശാൽ സ്വരം വളരെ കടുപ്പിച്ചുകൊണ്ട് അവളുടെ മുഖത്തു നോക്കി അല്പം ഉച്ചത്തിൽ പറഞ്ഞു. ഒരിക്കലും അവന്റെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത വാക്കുകൾ പറഞ്ഞത് കേട്ടപ്പോൾ അവളുടെ മനസ്സിന് അതൊരിക്കലും താങ്ങാൻ പറ്റിയില്ല. അവൾ സങ്കടം കൊണ്ട് അവന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു, ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ഏട്ടനോട് ചെയ്തത്? ഏട്ടൻ എന്നെ ഇഷ്ടമല്ലായിരുന്നോ?
ഏട്ടനോട് ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതല്ലേ ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് നടക്കാൻ ഏട്ടന് ബുദ്ധിമുട്ടുണ്ടോ എന്ന്. അന്നൊന്നും ഏട്ടൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. വിവാഹത്തിന് മുൻപ് നമ്മൾ എവിടെയൊക്കെ പോയി, ബീച്ചിലും പാർക്കിലും സിനിമയ്ക്കുമൊക്കെ നമ്മൾ പോയില്ലേ. അന്നൊന്നും ഏട്ടൻ ഈ ചട്ടുകാലത്തിയെ കൊണ്ടുപോകാൻ മടിയൊന്നും കാണിച്ചില്ലല്ലോ. അന്നൊക്കെ പലവട്ടം ഞാൻ ചോദിച്ചിട്ടില്ലേ ഏട്ടൻ എന്നെ പൂർണ്ണ താല്പര്യത്തോടെയാണോ വിവാഹം കഴിക്കുന്നത് എന്ന്. അപ്പോഴൊക്കെ ഏട്ടൻ എന്നോട് പറഞ്ഞത് ഏട്ടൻ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നല്ലേ. എന്നിട്ടിപ്പോ എന്താ ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നോട് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാണ് ഏട്ടാ എന്നെ വിവാഹം കഴിച്ചത്? ഞാൻ ഏട്ടനെ എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് ഏട്ടൻ അറിയുമോ? ഇനിയെങ്കിലും പറ, ഏട്ടൻ എന്നെ ആയിരുന്നോ എൻ്റെ അച്ഛൻ്റെ പൈസയായിരുന്നോ സ്നേഹിച്ചിരുന്നത്? അവൾ പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അവളുടെ ചോദ്യത്തിന് വിശാൽ മറുപടിയൊന്നും പറഞ്ഞില്ല. അവൻ അവളോടൊന്നും പറയാതെ ഷർട്ടും എടുത്തിട്ടുകൊണ്ട് പുച്ഛഭാവത്തിൽ ആ മുറിയിൽ നിന്നും വേഗം ഇറങ്ങിപ്പോയി. തൻ്റെ മോൻ മുകളിൽ നിന്നിറങ്ങി വരുന്നത് കണ്ട് അവൻ്റെ അമ്മ താഴെ നിൽപ്പുണ്ടായിരുന്നു. എവിടേക്ക് പോവുകയാണെന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൻ അമ്മയോട് മറുപടിയൊന്നും പറഞ്ഞില്ല. ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകുന്നത് കണ്ടപ്പോൾ വിശാലിൻ്റെ അമ്മയ്ക്ക് എന്തോ പന്തികേട് തോന്നി. മുകളിൽ എന്തൊക്കെയോ ഉച്ചത്തിലുള്ള സംസാരം വിശാലിൻ്റെ അമ്മ താഴേക്ക് കേട്ടിരുന്നു. അതുകൊണ്ട് തന്നെ വിശാൽ കാറെടുത്തു പോയതിനു ശേഷം എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാക്കി അമ്മ മുറിയിലേക്ക് കയറി നോക്കി. അവിടെ മുറിയുടെ ഒരു മൂലയ്ക്ക് നിലത്തിരുന്ന് മുഖം പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന ദിവ്യയെയാണ് അമ്മ കണ്ടത്. എന്തു പറ്റി ദിവ്യേ? അമ്മ വേഗം ചെന്ന് അവളോട് എന്താണ് നടന്നതെന്ന് തിരക്കി. എന്തുപറ്റി? എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ വിശാൽ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോൾ അവനോട് ചോദിച്ചിരുന്നു. അവനൊന്നും പറയാതെ കാറെടുത്തുപോയി. എന്താ പ്രശ്നം? എന്താ ഇവിടെ ഉണ്ടായത്? അമ്മ ഒരുപാട് ചോദിച്ചതിന് ശേഷം കരഞ്ഞുകൊണ്ട് കുറച്ചു ബുദ്ധിമുട്ടോടെ അവൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവൾ പറഞ്ഞതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മ അവളെ ഒന്ന് ഇരുത്തി നോക്കി. ഇതാണോ കാര്യം? ഇതൊന്നും സാരമില്ല ദിവ്യേ. നിന്നെപ്പോലൊരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിച്ചില്ലേ? നന്നായി നോക്കുന്നില്ലേ? അപ്പോൾ പിന്നെ അവൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നീ അത് സാധിപ്പിച്ചു കൊടുക്കണ്ടേ? നീ വേണ്ടേ അവൻ ബിസിനസിൻ്റെ കാര്യത്തിനോ മറ്റോ എന്തെങ്കിലും ക്യാഷ് ചോദിച്ചാൽ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അത് അവന് റെഡിയാക്കി കൊടുക്കാൻ? അവൻ അത്രയ്ക്ക് അത്യാവശ്യമുള്ളത് കൊണ്ട് ചോദിക്കുന്നതല്ലേ. പിന്നെ അവൻ പാർട്ടിക്ക് കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞത് കാര്യമാക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, അവന് പൈസയ്ക്ക് എന്തൊക്കെയോ അർജൻറ്റുണ്ട്. പൈസ കിട്ടാത്തതിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും. പിന്നെ അത് അവൻ്റെ വലിയ വീട്ടിലെ കൂട്ടുകാരൻ്റെ വിവാഹ പാർട്ടിയാണ്. അവിടെ മോളെ നിന്നെ കൊണ്ടുപോകാൻ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടായിരിക്കും അവൻ അങ്ങനെ പറഞ്ഞത്. നീ അത് മനസ്സിൽ വെക്കണ്ട, ക്ഷമിച്ചു കളാ. ഭർത്താക്കന്മാരെന്ത് പറഞ്ഞാലും നമ്മൾ ഭാര്യമാർ എന്തും സഹിച്ചും ക്ഷമിച്ചും നിൽക്കണം. എന്നാലേ കുടുംബജീവിതം നല്ലപോലെ മുന്നോട്ടു പോകൂ. കുറച്ചു കഴിയുമ്പോൾ നിന്റെ മനസ്സിൽ നിന്ന് അതൊക്കെ മാഞ്ഞു പോയിക്കോളും, അമ്മ പറഞ്ഞു. വിശാലിൻ്റെ അമ്മയുടെ ഭാഗത്തു നിന്നുള്ള സംസാരം കൂടി കേട്ടപ്പോൾ അവൾ അവിടെ ഒറ്റപ്പെടുകയാണെന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അവരുടെ എല്ലാവരുടെയും ആവശ്യം പണമായിരുന്നെന്നും അവൾക്ക് ബോധ്യപ്പെട്ടു. അതിനുവേണ്ടിയാണ് അവർ തന്നെ ഡിമാൻഡ് ഒന്നും പറയാതെ വിവാഹം കഴിച്ചത്. അമ്മ അത് പറഞ്ഞ് താഴേക്ക് പോയി. എന്നാൽ ദിവ്യ അപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. അവളുടെ മനസ്സിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റിയ വാക്കുകളായിരുന്നില്ല വിശാൽ പറഞ്ഞത്. വിവാഹമുറപ്പിച്ചതിന് ശേഷം വിശാൽ മാത്രമായിരുന്നു അവളുടെ ലോകം. അവൾ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഒരാളുടെ അടുത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്കുകളായിരുന്നു ദിവ്യ കേട്ടത്. അത് അവളുടെ കാതുകളിൽ വീണ്ടും വീണ്ടും കേൾക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അന്നത്തെ ദിവസം ഒരു ഭക്ഷണം പോലും കഴിക്കാതെ അവൾ ആ മുറിയിൽ തന്നെ ഓരോന്നോർത്ത് കരഞ്ഞിരുന്നു. അതിനിടയ്ക്ക് അവളുടെ മൊബൈൽ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും അവൾ ഫോൺ എടുത്തില്ല. പിന്നെയും ഒരുപാട് നേരം ഫോൺ റിങ് ചെയ്തപ്പോൾ അവൾ ആരാണെന്ന് നോക്കുമ്പോൾ അച്ഛൻ്റെ കോളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടി കണ്ടപ്പോൾ അവളുടെ വിഷമം കൂടുതൽ ഇരട്ടിച്ചു. തനിക്കൊരു നല്ല ജീവിതം ഉണ്ടായി കാണാൻ അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചു. ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ അച്ഛനായിരുന്നു. ഞാൻ നല്ലപോലെ ജീവിക്കാൻ വേണ്ടി അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൾ അതോർത്ത് വീണ്ടും പൊട്ടിക്കരഞ്ഞു. അച്ഛൻ്റെ ഫോണിൽ നിന്നും കോളുകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. തൻ്റെ ശബ്ദമൊന്നിടറിയാൽ അറിയാവുന്ന ആളാണ് അച്ഛൻ. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണെന്ന് അച്ഛൻ അറിഞ്ഞാൽ അച്ഛൻ ഒരുപാട് വിഷമമാകും. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഫോൺ എടുക്കണ്ട എന്ന് അവൾ വിചാരിച്ചു. പക്ഷേ ദിവ്യയുടെ അച്ഛൻ വിശാലിൻ്റെ ഫോണിലേക്കും വിളിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഫോൺ എടുക്കാത്തത് കണ്ടപ്പോൾ ദിവ്യയുടെ അച്ഛന് എന്തോ മനസ്സിന് വല്ലാത്ത വിഷമമായി.
ഇനി ചോദിച്ച പണം കൊടുക്കാത്തതുകൊണ്ട് വിശാൽ പിണങ്ങി കാണുമോ എന്ന് അച്ഛൻ ചിന്തിച്ചു തുടങ്ങി. ഓരോന്നാലോചിച്ചപ്പോൾ ദിവ്യയുടെ അച്ഛന് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തായാലും വിശാലിന്റെ വീട് വരെ ഒന്ന് പോയി വരാം, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാമല്ലോ എന്ന് കരുതി ദിവ്യയുടെ അച്ഛനും അമ്മയും രണ്ടുപേരും കൂടി വിശാലിന്റെ വീട്ടിലേക്ക് യാത്രയായി. അപ്പോഴേക്കും പുറമേക്ക് പോയ വിശാൽ അധികം ദേഷ്യത്തോടെ വീട്ടിലേക്ക് തിരികെ വന്നിരുന്നു. അല്പസമയത്തിന് ശേഷം അവർ വിശാലിന്റെ വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചു. ആദ്യമൊന്നും ആരും വാതിൽ തുറന്നില്ല. അച്ഛൻ വീണ്ടും വീണ്ടും കോളിംഗ് ബെൽ അടിച്ചപ്പോൾ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വിശാലിന്റെ അമ്മ വാതിൽ തുറന്നു. എന്നാൽ ദിവ്യയുടെ അച്ഛനെയും അമ്മയെയും കണ്ടപാടെ വിശാലിന്റെ അമ്മയുടെ മുഖം പെട്ടെന്ന് മാറി. അവരെ അവർ അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. മോളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വീട്ടിലിരുന്നപ്പോൾ ഒരു സമാധാനക്കുറവ്, ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാ, ദിവ്യയുടെ അച്ഛൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ വിശാലിന്റെ അമ്മയൊന്ന് പരിങ്ങി. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു ഭാവമായിരുന്നു അവർക്കപ്പോൾ. അത് ദിവ്യ ഇവിടെ ഇല്ലല്ലോ, വിശാലിന്റെ അമ്മ പറഞ്ഞു. ഇവിടെ ഇല്ലെന്നോ? എവിടെ പോയി? അച്ഛൻ ചോദിച്ചു. അവൾ ഒരു കൂട്ടുകാരിയുടെ അടുത്തേക്ക് പോയതാ. പെട്ടെന്ന് അങ്ങനെ പറയാനാണ് വിശാലിന്റെ അമ്മയ്ക്ക് തോന്നിയത്. അത് കേട്ടപ്പോൾ ദിവ്യയുടെ അച്ഛന് എന്തോ ഒരു സംശയം പോലെ തോന്നി. കാരണം വിശാലിന്റെ വീടിനടുത്ത് ദിവ്യയുടെ കൂട്ടുകാരികളൊന്നുമില്ല. ഇവിടെ അവൾക്ക് ഏതാ കൂട്ടുകാരി? ദിവ്യയുടെ അച്ഛൻ ഒരു സംശയത്തോടെ വിശാലിന്റെ അമ്മയെ നോക്കി. അതറിയില്ല, ഓട്ടോ വിളിച്ചാ പോയത്, ഏതോ ഒരു കൂട്ടുകാരി ഉണ്ട്, ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. സ്ഥലം എവിടെയാണെന്ന് കറക്റ്റായി ഞങ്ങൾ ചോദിച്ചതുമില്ല, അവർ പറഞ്ഞു. ഇല്ല, ഇവിടെ അടുത്തൊന്നും അവൾക്ക് കൂട്ടുകാരികളൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ അവൾ ഫോൺ എടുക്കാതിരിക്കില്ലല്ലോ. അല്ല, വിശാൽ എവിടെ? വിശാലിന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, അച്ഛൻ പറഞ്ഞു. വിശാൽ ഇവിടെ ഇല്ല, അവൻ ഷോപ്പിലാണ്, വർക്കിലായിരിക്കും, അമ്മ പറഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോഴും അത് കള്ളമാണെന്ന് ദിവ്യയുടെ അച്ഛന് തോന്നി. കാരണം വിശാലിന്റെ കാറും ബൈക്കുമെല്ലാം അവിടെ മുറ്റത്തുണ്ടായിരുന്നു. കാറും ബൈക്കുമൊക്കെ ഇവിടെ ഉണ്ടല്ലോ, വിശാൽ എങ്ങനെയാ പോയത്? ദിവ്യയുടെ അച്ഛൻ അപ്പോൾ ചോദിച്ചു. അത് അവന്റെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു, അവന്റെ കൂടെ പോയതാണ്, വിശാലിന്റെ അമ്മ നിന്ന് പരിങ്ങി. അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ആകെക്കൂടെ ഒരു പന്തികേട് ദിവ്യയുടെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നുണ്ടായിരുന്നു. ദിവ്യയുടെ അച്ഛനെയും അമ്മയെയും അകത്തേക്ക് കയറിയിരിക്കാൻ വിശാലിന്റെ അമ്മ ക്ഷണിച്ചതുമില്ല. ഞാൻ ദിവ്യ വന്നിട്ട് നിങ്ങളെ വിളിക്കാൻ പറയാം, അവൾ എപ്പോഴാ വരിക എന്നറിയില്ല, വിശാലിന്റെ അമ്മ പറഞ്ഞു. ഞാനൊരു ബന്ധുവിന്റെ വീട്ടിൽ പോകാൻ നിൽക്കുകയായിരുന്നു, അതാ കേട്ടോ നിങ്ങളെ അകത്തേക്ക് വിളിക്കാത്തത്, വിശാലിന്റെ അമ്മ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് എന്ന പോലെ പറഞ്ഞു. ദിവ്യ ഫോൺ കൊണ്ടുപോയിട്ടില്ലേ? അച്ഛൻ അപ്പോൾ ചോദിച്ചു. ഓ, ഫോൺ കൊണ്ടുപോയി കാണുമല്ലോ, ഫോൺ എടുക്കാതെ അവൾ എവിടെയും പോകാറില്ല. അല്ല, കുറെ തവണ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അച്ഛൻ അപ്പോഴും സംശയമായിരുന്നു. അത് ചിലപ്പോൾ സൈലന്റിലെങ്ങാനും ആയിരിക്കും. എന്തായാലും ഒന്നുകൂടി വിളിച്ചു നോക്കൂ, ഞാനും വിളിച്ചു നോക്കാം. എന്നാ ശരി, വിശാലിന്റെ അമ്മ തന്ത്രപ്പെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ വാതിലടച്ചു. മുറ്റത്ത് അവിടെ അങ്ങനെ നിന്നെങ്കിലും ദിവ്യയുടെ അച്ഛനും അമ്മയ്ക്കും എന്തോ പന്തികേട് പോലെ തോന്നി. ഇവിടെ അവൾക്ക് ഏതാ കൂട്ടുകാരിയെ കാണാൻ തന്നെ പോയതാണെങ്കിൽ ഇവിടെ നിന്ന് അത്ര ദൂരത്തേക്കൊന്നും അവൾ പോവുകയുമില്ല. എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നു, എന്താ ചെയ്യുക? അമ്മ മെല്ലെ അച്ഛനോട് പറഞ്ഞു. അറിയില്ല, നമുക്ക് നോക്കാം, ഒന്നുകൂടി വിളിച്ചു നോക്കാം, സമയം ഇപ്പോൾ ഇത്രയായില്ലേ, കുറച്ച് സമയം കൂടെ നോക്കാം, എന്നിട്ടും അവളെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം, അച്ഛൻ അമ്മയോട് പറഞ്ഞു. അയ്യോ, എനിക്ക് ആകെ പേടി തോന്നുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യ്, വിശാലിന്റെ ഷോപ്പിലൊന്ന് പോയി നോക്ക്, അവനോട് കാര്യം തിരക്കാമല്ലോ, അമ്മ വെപ്രാളപ്പെട്ടു. ഞാനിപ്പോൾ ഇത്ര ദൂരം ഇവിടുന്ന് ഷോപ്പിലേക്ക് ചെന്നിട്ടും കാര്യമില്ല, അവൻ ഇവിടെ തന്നെ ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ദേ കാറും ബൈക്കും ഒക്കെ കിടക്കുന്നത് കണ്ടില്ലേ, ആ സ്ത്രീ പറയാഞ്ഞിട്ടാകും. പൈസ കിട്ടാത്തത് കൊണ്ട് അവൻ ചിലപ്പോൾ മോളോട് ദേഷ്യപ്പെട്ട് കാണും. അവള് ചിലപ്പോൾ നമ്മളെ തേടി വീട്ടിലേക്കോ മറ്റോ വന്നിട്ടുണ്ടാകും. നമുക്ക് എന്തായാലും ഒന്ന് വീട്ടിലേക്ക് പോയി നോക്കാം. അവൾ അവിടെ ഇല്ലെങ്കിൽ, വിളിച്ചിട്ട് എടുക്കുന്നുമില്ലെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും നോക്കണ്ട, കംപ്ലൈന്റ് കൊടുക്കാം. നീ വാ, ഇനി ഇവിടെ നിൽക്കണ്ട, അച്ഛൻ അമ്മയെ കൂട്ടി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി. അവരുടെ രണ്ടാളുടെ മനസ്സും അപ്പോൾ ദിവ്യയെ കാണാതെ വല്ലാതെ പിടയ്ക്കുകയായിരുന്നു. അതേസമയം വിശാലിന്റെ വീടിന്റെ കുറച്ചകലെ മാറിയുള്ള ഒരു പുഴയോരം
പുഴക്കടവിലായി ഒരു കുഞ്ഞു സോപ്പ് പെട്ടിയും ഒരു മുണ്ടും ഷർട്ടുമുണ്ട്. തണുത്ത കാറ്റ് വീശി തെളിഞ്ഞൊഴുകുന്ന ആ പുഴയിൽ 30 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നീന്തി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായൊന്ന് നീന്തി മുങ്ങി നിവർന്ന് അവൻ കരയിലേക്ക് കയറി. കരയിലുണ്ടായിരുന്ന മറ്റൊരു തോർത്തെടുത്ത് ദേഹമൊക്കെ നന്നായി തുടച്ച ശേഷം അരയിലുള്ള തോർത്തൂരി മാറ്റി മുണ്ടുടുത്തു. ശേഷം തോർത്ത് പുഴയിൽ മുക്കി നന്നായി പിഴിഞ്ഞു കുടഞ്ഞ് ഷർട്ടെടുത്ത് പാതി തോളിലിട്ട് സോപ്പ് പെട്ടിയും കയ്യിൽ പിടിച്ച് കടവിലേക്ക് കയറിയപ്പോഴാണ് തൊട്ടപ്പുറത്തായി നിൽക്കുന്ന ദിവ്യയെ അവൻ കാണുന്നത്. പുഴയോട് ചേർന്നുള്ള ഒരു പൊന്തക്കാടിനരികിലായുള്ള കുഞ്ഞു പാറയിൽ നിൽക്കുകയായിരുന്നു അവൾ. പുഴ കാണാൻ വന്ന ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി ആ ചെറുപ്പക്കാരൻ പിന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്നു. അല്പദൂരം ചെന്ന് അവൻ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ചുറ്റും നോക്കി പതർച്ചയോടെ നിൽക്കുന്ന ദിവ്യയെയാണ് കണ്ടത്. ചുറ്റിലും ആരെങ്കിലും ഉണ്ടോ എന്ന് അവൾ നിരീക്ഷിക്കുന്ന പോലെ അവന് തോന്നി. ഒരു നിമിഷം അവൻ അവിടെ തന്നെ നിന്നു. ദിവ്യയുടെ നിൽപ്പിൽ എന്തോ ഒരു പന്തികേട് തോന്നിയതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന തോർത്തും സോപ്പ് പെട്ടിയും അവിടെ പാറക്കല്ലിൽ വെച്ചു. ശേഷം അവളെ നന്നായി ഒന്ന് നോക്കി. നല്ല ആഴമുള്ളിടത്താണ് അവൾ നിൽക്കുന്നത്. ഒന്ന് കാല് വഴുതിയാൽ ചളിയിൽ ആണ്ടുപോകും. പൊതുവെ കുളിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ആരും അങ്ങോട്ട് പോകാറില്ല. മണൽവാരലുള്ളത് കൊണ്ട് തന്നെ ഒരു വലിയ കുഴിയായി കിടക്കുന്ന ഇടമാണവിടെ. ഒറ്റയ്ക്കൊരു പെൺകുട്ടി അവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ സംശയം വല്ലാതെ കൂടി. പിന്നെ മറ്റൊന്നും നോക്കാതെ അവൻ അവിടെ നിന്നും അവൾക്കരികിലേക്ക് ഓടി. കണ്ണിറുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ദിവ്യ അപ്പോൾ. മനസ്സിൽ അച്ഛൻ്റെയും അമ്മയുടെയും മുഖം മാത്രം. താഴ്ത്തും തലയിലും വെക്കാതെ താലോലിച്ച് വളർത്തിയതാണ് അവരെന്നെ. കാലിന് മുടന്തലുണ്ട് എന്നുള്ളൊരു കുറവേ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ സൗഭാഗ്യങ്ങളും എൻ്റെ അച്ഛനും അമ്മയും തന്നിട്ടുണ്ട്. ഞാൻ നന്നായി ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഇത്രത്തോളം പൈസ മുടക്കിയതും കഷ്ടപ്പെട്ടതുമെല്ലാം. എന്നിട്ട് എനിക്കൊരു നല്ല ജീവിതമുണ്ടായോ? എത്തിപ്പെട്ടത് ഒരു ചതിയൻ്റെ കയ്യിൽ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് പോയാലും എൻ്റെ ഭാവി ഓർത്ത് അച്ഛനും അമ്മയും വിഷമിക്കും. വിശാലിനെ കുറിച്ച് ഓർക്കാൻ പോലും അവൾക്ക് ഭയമായിരുന്നു. അവനെ വിഷമിപ്പിക്കാതിരിക്കാനായി അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആകെയുള്ള 2 ലക്ഷം കൂടെ വാങ്ങി ഇന്ന് കൊടുക്കാൻ വെച്ചവളാണ് താൻ. പക്ഷേ കുറച്ചു മുൻപേ അവൻ ഫോണിലൂടെ ആരോടോ പറയുന്നത് കേട്ട ആ വാക്കുകൾ ഓർക്കാൻ കൂടി വയ്യ. അവൾക്ക് അവളുടെ ശരീരമാകെ വിറയ്ക്കുന്ന പോലെ തോന്നി. തല കറങ്ങുന്ന പോലെയും തോന്നി. അച്ഛനും അമ്മയ്ക്കും വിഷമമുണ്ടാകും. എന്നാലും ജീവിതകാലം മുഴുവൻ ഈ മുടന്തും വെച്ച് എനിക്കൊരു ഭാവിയില്ലാതെ കാണുന്നതിലും നല്ലത് ഞാൻ പോയാൽ കുറച്ചു കാലത്തെ വിഷമം, അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമായിരിക്കും. അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് അവൾ അവളുടെ കാല് ആ പാറയിൽ നിന്നും നീക്കി പുഴയിലേക്ക് തലകുനിച്ചതും അവളുടെ അരയിൽ പിടി വീണതും ഒരുമിച്ചായിരുന്നു. ഒരു നിമിഷം പുഴയിലേക്കാണോ കരയിലേക്കാണോ താൻ വീണത് എന്നറിയാത്ത പോലെ ആ കൈകൾ അവളെ പിടിച്ചെടുത്ത് കരയിലെ പുല്ലിലിട്ട് കഴിഞ്ഞിരുന്നു. വായിലും മൂക്കിലും വെള്ളം കയറാത്തതുകൊണ്ടും ബോധം പോകാത്തതുകൊണ്ടും തന്നെ പെട്ടെന്ന് കണ്ണു തുറന്ന് അവൾ ചുറ്റിലും നോക്കി. താൻ പുഴയിലല്ല വീണിരിക്കുന്നത്, പുഴക്കടവിലെ പുല്ലിലാണ് കിടക്കുന്നത്. ഈ ആളില്ലാത്ത സ്ഥലത്ത് തന്നെ പിടിച്ചെടുത്ത ആ കൈകൾ ആരാണ്? അവൾ ചുറ്റും നോക്കി. ഉടൻ തന്നെ കാല് മെല്ലെ നിലത്തമർത്തി വെച്ച് എഴുന്നേറ്റ് നിന്നതും അവളുടെ പിറകിലായി നിന്നിരുന്നവൻ അവളുടെ മുൻപിലേക്ക് വന്നു നിന്നു. കരിഞ്ഞ നീല ഷർട്ട് ഒരു തോളിലിട്ടുകൊണ്ട് ഒരു കാവി മുണ്ടുമുടുത്ത് ഒത്ത തടിയും വണ്ണവുമുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ. കാണാൻ നിഷ്കളങ്കനായിരുന്നെങ്കിൽ പോലും അവൻ്റെ മുഖത്ത് അപ്പോൾ വല്ലാത്ത ഗൗരവമായിരുന്നു. ദിവ്യ ആകെ നിന്ന് വിറയ്ക്കുകയായിരുന്നു അപ്പോൾ. എന്ത് ചെയ്യണമെന്ന് അവൾക്കറിയുന്നുണ്ടായിരുന്നില്ല. ഓഹോ, അപ്പോൾ ചാവാനുള്ള പരിപാടി തന്നെ ആയിരുന്നല്ലേ? കുളി കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ വിചാരിച്ചു പുഴ കാണാൻ നിൽക്കുന്ന ആരോ ആണെന്ന്. നിങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാടി? എന്തെങ്കിലും വിഷമം കാണുമ്പോഴേക്കും ഓരോന്ന് ഓടി വന്നോളും. പുഴക്കടവിലേക്കും റെയിൽവേ പാളത്തിലേക്കുമൊക്കെ ചാടിച്ചത്തിട്ട് ഇനി നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ആളുകൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണം, ബോഡി തപ്പിയെടുക്കാൻ. വീട്ടുകാർ നെഞ്ചത്തടിച്ച് കരയണം. ഓരോന്നുണ്ടാക്കി വെക്കാനായിട്ട് ഓരോ അവളുമാര്. ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. അവൻ അവൻ്റെ കൈമുട്ട് ദേഷ്യത്തോടെ അവൾക്ക് നേരെ ഉയർത്തി. ഒരു പേടിയോടെ അവൾ ഒരല്പം പുറകിലോട്ട് നിന്നു. അപ്പോഴും അവൻ്റെ ദേഷ്യത്തിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ തൻ്റെ നേരെ കൈ നീട്ടിയത് കണ്ടപ്പോൾ ദിവ്യ വല്ലാതെ പേടിച്ചിരുന്നു. ഒന്നും പറയാതെ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവനൊന്ന് അവളെ പിടിച്ച് പുറകിലേക്ക് തള്ളി. അവൻ്റെ തള്ളിൽ അവൾ പുല്ലിലേക്ക് വീണു. അവൾ അപ്പോൾ പെട്ടെന്ന് തന്നെ കരയാൻ തുടങ്ങി. ഓ, ഇനിയിപ്പോൾ കിടന്ന് മൂങ്ങിയിട്ട് എന്താ കാര്യം? ഒരു നിമിഷം ഞാൻ പിടിച്ചില്ലെങ്കിൽ ഇപ്പോൾ തീർന്നില്ലായിരുന്നോ? എണീക്കിങ്ങോട്ട്.
അവൻ അവളെ പുല്ലിൽ നിന്ന് ബലമായി കൈപിടിച്ചുയർത്തി. അവന്റെ ശക്തിയേറിയ പിടുത്തത്തിൽ അവൾ പെട്ടെന്ന് തന്നെ എണീറ്റ് നിന്നു. എവിടെയാ നിന്റെ വീട്? എവിടെയാണെന്ന് പറഞ്ഞാൽ കൊണ്ടുവിടാം. നിന്റെ അച്ഛനെയും അമ്മയും ഒന്ന് കാണട്ടെ. ഞാൻ പറഞ്ഞോളാം അവരോട് 2 എണ്ണം. അല്ല പിന്നെ. എൻ്റെ പൊന്നു മോളെ, ദൈവം തന്ന ഈ ജീവനുണ്ടല്ലോ, അതങ്ങ് നശിപ്പിച്ച് കളയാൻ എളുപ്പമാ. പക്ഷേ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കണ്ണീര് കുടിക്കും. നിന്റെ വേണ്ടപ്പെട്ടവര്. ഇനി പരലോകമെന്നൊന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അവരുടെ കണ്ണുനീര് കണ്ട് നിനക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമോ? അത് പറ്റുകയുമില്ല. എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മളൊക്കെ കുറേയൊക്കെ സഹിക്കാൻ പഠിക്കണം. കുറച്ച് വാശിയും വീറും തയക്കവും ഒക്കെ ഉണ്ടെങ്കിലേ ഈ ലോകത്ത് പിടിച്ചു നിൽക്കാനാകൂ. വീടെവിടെയാ? ഞാൻ കൊണ്ടുവിടാം. ആദ്യം ഈ പൊരി വെയിലത്തു നിന്നും അങ്ങോട്ട് മാറി നിൽക്ക്. നടക്കങ്ങോട്ട്, അവൻ അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ അവിടെ തന്നെ നിന്ന് ഒരു നിമിഷം അവനെ നോക്കി. അപ്പോഴും അവൾ പേടിയോടെ വിറയ്ക്കുകയായിരുന്നു. നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ, മുന്നോട്ട് നടക്കാൻ. അവൻ അത് പറഞ്ഞ് മുൻപോട്ട് നടന്നതും പേടിയോടെ അവളും അവന് പിറകിലായി ചെന്നു. ആ നടത്തത്തിനിടയിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരു കാലുകൊണ്ട് മുടന്തി നടക്കുന്ന അവളെ അവൻ കണ്ടത്. ഒരു നിമിഷം അവന് പെട്ടെന്ന് എന്തോ പോലെയായി. അവൻ ഒരിക്കൽ കൂടി അത്ഭുതത്തോടെ അവളെ നോക്കി. വിതുമ്പിക്കൊണ്ട് പതിയെ പതിയെ മുടന്തി നടക്കുന്ന അവളെ അവൻ നടത്തത്തിനിടയിൽ ഒന്നുകൂടെ നന്നായി നോക്കി. അവന്റെ മനസ്സിലെവിടെയോ ഒന്ന് കൊളുത്തി വലിക്കുന്ന പോലെ അവൻ അവളോടൊരു അലിവ് തോന്നി. ഒപ്പം വല്ലാത്ത വിഷമവും. അവളോടെന്തോ ചോദിക്കണമെന്നുണ്ടായിരുന്നു അവന്. അത്രയും ഭംഗിയുള്ള ഒരു പെൺകുട്ടിയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ അവന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. പുഴയിൽ ചാടാൻ പോയപ്പോൾ അവളോട് തോന്നിയ ദേഷ്യമൊക്കെ അവളുടെ കാലും നടത്തവും കണ്ടപ്പോൾ ആകെ തണുത്ത പോലെ അവന് തോന്നി. അവർ നടന്ന് നടന്ന് പുഴയിൽ നിന്ന് അല്പം മാറി കരയിലേക്കെത്തി. അവൻ അപ്പോൾ ഓടിപ്പോയി അവിടെ പാറക്കല്ലിൽ വെച്ചിട്ടുണ്ടായിരുന്ന അവന്റെ തോർത്തും സോപ്പ് പെട്ടിയും എടുത്ത് തിരിച്ച് അവൾക്കരികിലേക്ക് തന്നെ വന്നു. എന്നിട്ട് വീണ്ടും അവൾക്ക് മുൻപിലായി നടന്നു. എവിടെയാ വീട്? നടത്തത്തിനിടയിൽ അവൻ അവളോട് ചോദിച്ചു. വീട് ഇവിടെയല്ല, കുറച്ച് ദൂരെയാണ്, പട്ടാമ്പി, അവൾ പറഞ്ഞു. ഓ, പട്ടാമ്പി നിന്ന് ഇവിടെ എങ്ങനെ എത്തി? മരിക്കാനായിട്ട് അവിടെ നിന്ന് വണ്ടി പിടിച്ച് വന്നതാണോ? അവന്റെ ആ ചോദ്യത്തിൽ അപ്പോൾ ഒരു സൗമ്യതയുണ്ടായിരുന്നു. അല്ല, കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട് ഇവിടെ പാലത്തിനടുത്താണ്. എൻ്റെ വീടാണ് പട്ടാമ്പി, അവൾ പറഞ്ഞു. അവൻ അപ്പോൾ ഒന്നുകൂടെ തിരിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി. കല്യാണം കഴിഞ്ഞതാണല്ലേ? എന്നിട്ട് എന്താ പ്രശ്നം? വീട്ടിലെന്തെങ്കിലും? അവൻ അവളോട് ചോദിച്ചു. പറയാൻ അവൾക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒപ്പം വിഷമവും. ഉണ്ട്, അവൾ മെല്ലെ തലയാട്ടി. എല്ലാ പ്രശ്നങ്ങളും മാറും. വിഷമമായാലും സങ്കടമായാലും അതിനൊക്കെ കുറച്ച് സമയത്ത് ആയുസല്ലേ ഉള്ളൂ ഈ ചെറിയ ജീവിതത്തിൽ. എന്നും രാത്രിയാവുകയും നേരം വെളുക്കുകയും ചെയ്യുന്നില്ലേ? അതുപോലെ ദിവസം പോകുമ്പോൾ എല്ലാം അങ്ങ് മാറിപ്പോകും. അതിന് നമ്മുടെ ജീവനെ കളഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ടുവിടാം, അവൻ പറഞ്ഞു. വേണ്ട, എനിക്ക് അങ്ങോട്ട് പോകണ്ട. എൻ്റെ അച്ഛനെ ഒന്ന് വിളിച്ചാൽ മതി. ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കൊള്ളാം. എനിക്ക് അച്ഛനോടൊന്ന് സംസാരിച്ചാൽ മതി. ദയവ് ചെയ്ത് ഞാൻ മരിക്കാൻ വന്നതാണെന്ന് അച്ഛനും അമ്മയും അറിയരുത്, പ്ലീസ്, അവൾ പറഞ്ഞു. അത് ശരി, അപ്പോൾ അച്ഛനും അമ്മയും ദുഃഖിക്കുമെന്ന് അറിയാമല്ലേ? എന്നിട്ടാണോ ഈ പണിക്ക് വന്നത്? ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എന്താ പ്രശ്നം? പറയാൻ പറ്റുമെങ്കിൽ എന്നോട് പറയാം. അവൻ വീണ്ടും അവളെ നോക്കി. അവൾ ഒരു നിമിഷം ഒന്നും പറയാതെ നിന്നു. ശേഷം പറഞ്ഞു. പ്രശ്നത്തിൻ്റെ കാരണം എൻ്റെ കാല് തന്നെയാണ്. പൈസ ആഗ്രഹിച്ചാണ് അവർ എന്നെ കല്യാണം കഴിച്ചത്. അച്ഛൻ കൊടുക്കാവുന്ന അത്രയും കൊടുത്തു. പിന്നെയും പൈസ ചോദിച്ചപ്പോൾ അച്ഛനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ചോദിച്ചത്രയും തീർത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായി. അവൾ കരച്ചിൽ അടക്കി വെച്ച് പറഞ്ഞപ്പോൾ അവൻ അവളെ തന്നെ നോക്കുകയായിരുന്നു. സാരമില്ല, വിഷമിക്കേണ്ട. ഓരോ അവന്മാരുണ്ട്, പെണ്ണിൻ്റെയും സ്നേഹത്തിൻ്റെയും വില അറിയാതെ വെറും പണം നോക്കി മാത്രം നടക്കുന്ന ഉണ്ണാക്കന്മാര്. അവന്മാരിങ്ങനെയൊക്കെ തന്നെയാണ്. സങ്കടപ്പെടണ്ട, എല്ലാം ശരിയാവും. പട്ടാമ്പി വരെ എനിക്കെന്തായാലും തൻ്റെ കൂടെ വരാൻ കഴിയില്ല. വൈകിട്ട് എനിക്ക് അമ്മയെ ഡോക്ടറെ കാണിക്കാൻ പോകാനുണ്ട്. അപ്പോയിൻമെൻ്റ് എടുത്തതാണ്. ഈ സാഹചര്യത്തിൽ തന്നെ ഒറ്റയ്ക്ക് വിടാനും വയ്യല്ലോ. മനസ്സിനൊരു പേടി. ഇനിയും ഇതുപോലെ വല്ല അബദ്ധവും കാണിച്ചാലോ? ഒരു കാര്യം ചെയ്യാം, താനിപ്പോൾ എൻ്റെ കൂടെ വീട്ടിലേക്ക് പോര്. അച്ഛൻ്റെ നമ്പർ തന്നാ ഞാൻ വിളിച്ചിട്ട് കാര്യം പറയാം. അച്ഛൻ വന്ന് കൂട്ടിയിട്ട് പോയിക്കോട്ടെ, അവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പേടിക്കണ്ട, ദേ ഇവിടെ അടുത്ത് തന്നെയാ വീട്. ജോലി കഴിഞ്ഞ് വന്ന ഈ പുഴയിലെ കുളി പണ്ടേ പതിവുള്ളതാ. അതുകൊണ്ട് കുളിക്കാൻ വന്നു എന്നേയുള്ളൂ. അവൻ പുഴക്കരക്ക് സൈഡിലുള്ള ഇടവഴി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ പിന്നാലെ അവൾ ചെന്നു. അല്പദൂരം നടന്നതും ഒരു കുഞ്ഞു വീടിന് മുന്നിലേക്കെത്തി.
തൻ്റെ വീട് പോലെയോ വിശാലിൻ്റെ വീട് പോലെയോ വലിയ വലുപ്പമുള്ള വീടല്ല. അത്യാവശ്യം സൗകര്യങ്ങളുള്ള ഓടും വാർപ്പും കൂടിയ ഒരു കുഞ്ഞു വീട്. അവൻ അവൻ്റെ കയ്യിലുള്ള തോർത്ത് വീശി അയലിലിട്ട് കഴിഞ്ഞ് ഉമ്മറത്തേക്ക് കയറിയിരിക്കി. അവൻ ഉമ്മറത്തുണ്ടായിരുന്ന ഒരു കസേര നീക്കിയിട്ടുകൊണ്ട് അവളോട് പറഞ്ഞു. തനിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? അവൻ അവളോട് ചോദിച്ചു. ഒന്നും വേണ്ട, അവൾ തലയാട്ടി. ഈ വെയിലത്ത് ഇത്ര മെനക്കെട്ട് മരിക്കാൻ നോക്കിയ സ്ഥിതിക്ക് ദാഹം കാണാതിരിക്കില്ലല്ലോ. ഞാൻ തണുത്തത് എന്തെങ്കിലും എടുക്കാം. അവൻ അത് പറഞ്ഞ് അകത്തേക്ക് ചെന്നു. അവൾ അവിടെ നിന്ന് മുറ്റത്തേക്ക് തന്നെ നോക്കി. ഒരു തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും തെങ്ങിനടുത്തുകൂടെ ചിക്കി നടക്കുന്നുണ്ട്. ഇന്റർലോക്ക് ചെയ്ത മുറ്റമല്ല, മണ്ണാണെങ്കിലും അടിച്ചു വാരിയിട്ട് നല്ല വൃത്തിയുള്ള മുറ്റം. പുഴ അടുത്തുള്ളത് കൊണ്ട് തന്നെ നല്ല കാറ്റും അവിടെ എത്തുന്നുണ്ട്. ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ വരച്ചിട്ട പോലെയുള്ള ആ വീടിന്റെ ഉമ്മറത്ത് നിൽക്കുമ്പോൾ മനസ്സൊന്ന് തണുക്കുന്ന പോലെ അവൾക്ക് തോന്നി. ആ തണുപ്പ് ഒന്നുകൂടെ കൂട്ടാനെന്ന പോലെ കയ്യിൽ ഒരു ഗ്ലാസ് ലൈം ജ്യൂസുമായി അവൻ അങ്ങോട്ടെത്തി. ഒപ്പം പിറകിൽ അവൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. ഇത് കുടിക്കി. അവൻ അത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ അപ്പോൾ തിരിഞ്ഞു നോക്കി. കോട്ടന്റെ സാരിയുടുത്ത് അല്പം പ്രായം ചെന്നൊരു സ്ത്രീയെയും അവൻ്റെ ഒപ്പം കണ്ടു. എന്താ മോളെ ഇത്? ഭർത്താവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കരുതി നമ്മൾ നമ്മുടെ ജീവൻ കളയാൻ നോക്കുകയാണോ വേണ്ടത്? ഇങ്ങോട്ടിരിക്കി, സമാധാനപ്പെട്, ഒക്കെ ശരിയാകും. അടുക്കളയിൽ വെച്ച് അവൻ കാര്യങ്ങൾ പറഞ്ഞറിഞ്ഞതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ അവളുടെ അരികിലേക്ക് ചെന്ന് പറഞ്ഞു. കലങ്ങിയ കണ്ണുകളോടെ അവൾ അവൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണിൽ അപ്പോൾ നിസ്സഹായത മാത്രമായിരുന്നു. താൻ എന്തായാലും അച്ഛൻ്റെ നമ്പർ പറ, ഞാൻ വിളിച്ചോളാം. അവൻ അപ്പോൾ അവൻ്റെ മൊബൈൽ എടുത്ത് അവളോട് ചോദിച്ചു. അവൾ പതിയെ അവളുടെ അച്ഛൻ്റെ നമ്പർ അവന് പറഞ്ഞു കൊടുത്തു. തൻ്റെ പേരെന്താ? അവൻ അവളെ ഒന്ന് നോക്കി. ദിവ്യ, അവൾ മെല്ലെ പറഞ്ഞു. ശരി, ഞാൻ വിളിച്ചോളാം. അവൻ ഫോണെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി. ഹലോ, ദിവ്യയുടെ അച്ഛനല്ലേ? അപ്പുറത്ത് ഫോൺ എടുത്ത പാടെ അവൻ ചോദിച്ചു. താൻ ഈ ഒരു സ്ഥലത്ത് നിന്ന് വിളിക്കുകയാണെന്നും ദിവ്യ തന്നോടൊപ്പമുണ്ടെന്നും പേടിക്കാനൊന്നുമില്ലെന്നും ഇങ്ങോട്ടൊന്ന് വരാമോ എന്നും അവൻ അച്ഛനോട് ചോദിച്ചു. ശരിക്കു പറഞ്ഞാൽ അവൻ്റെ ആ കോള് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരാശ്വാസം വീണത്. അവൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ടും വിശാലിൻ്റെ അമ്മയുടെ സ്വഭാവത്തിലുള്ള പരിങ്ങലിൽ സംശയം തോന്നിയതുകൊണ്ടും അദ്ദേഹം സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോകുന്ന വഴിയായിരുന്നു. അവൻ്റെ കോൾ കണ്ടപ്പോൾ വളരെ ആശ്വാസത്തോടെ അയാൾ ഫോൺ വെച്ചു. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുണ്ടെന്നും 5 മണിക്ക് മുൻപായി എത്തണമെന്നും അവൻ ഫോൺ വെക്കുന്നതിന് മുൻപേ പറഞ്ഞിരുന്നു. കോള് കട്ടായ ശേഷം അവൻ ഉമ്മറത്തേക്ക് വന്നു. അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, പേടിക്കണ്ട, എന്താണെങ്കിലും നമുക്ക് പരിഹാരമുണ്ടാക്കാം. അവൻ അവളെ നോക്കി സൗമ്യമായി പറഞ്ഞു. മോള് വെള്ളം കുടിക്കി. അവൻ്റെ അമ്മ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അമ്മയ്ക്ക് എന്താ വയ്യായിക? അവൾ അപ്പോൾ അവൻ്റെ അമ്മയോട് ചോദിച്ചു. കൈവേദനയാ, ഇടത് കൈ അധികം പൊങ്ങില്ല, ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുന്നതാ, ഇന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കാനും കൂടെയുണ്ട്. അവർ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. വിശാലിൻ്റെ അമ്മയെ വെച്ച് നോക്കുമ്പോൾ എത്രയോ സ്നേഹത്തോടെ പെരുമാറുന്ന ആ അമ്മയെ അവളും സ്നേഹത്തോടെ നോക്കി. അവനും അമ്മയും ഉമ്മറത്തിരുന്ന് അവളോട് കുറച്ചു നേരം സംസാരിച്ചു. ജീവിതത്തിൽ മരണം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് അവനും അമ്മയും അവരെ കൊണ്ടാകുന്ന പോലെ അവളോട് ഉപദേശിച്ചു. വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന അവർക്കിടയിൽ അല്പനേരം ഇരുന്നപ്പോൾ അവൾക്ക് മനസ്സിന് വല്ലാത്ത ആശ്വാസം തോന്നി. അവളും അമ്മയും ഉമ്മറത്തെ കസേരയിലും അവൻ സ്റ്റെപ്പിലായിക്കൊണ്ടുമായിരുന്നു ഇരുന്നത്. അല്പനേരം കഴിഞ്ഞ് ദിവ്യയുടെ അച്ഛൻ അവിടെ റോഡിലെത്തിയെന്ന് പറഞ്ഞ് അവൻ്റെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അവൻ അപ്പോൾ അച്ഛന് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തു. അച്ഛനും അമ്മയും അങ്ങോട്ടെത്തിയപ്പോൾ ദിവ്യ ഉമ്മറത്ത് നിന്ന് അവരെ കണ്ട് പൊട്ടിക്കരയുകയായിരുന്നു. അച്ഛനെ കണ്ടതും കാലുകൊണ്ട് പതിയെ മുടന്തി അവൾ വേഗത്തിൽ സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്ത് വെച്ച് അച്ഛനെ ചേർത്തു പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവനും അമ്മയും അവിടെ നിന്നും അത് നോക്കി കാണുന്നുണ്ടായിരുന്നു. അച്ഛൻ അവളെ തലയിൽ തലോടി ആശ്വസിപ്പിച്ചു, ചേർത്തു പിടിച്ചു. എന്നിട്ട് അവൻ അരികിലേക്ക് വന്നു. മോൻ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല, പക്ഷേ മോൻ്റെ കോള് വരുന്നവരെ എൻ്റെ മനസ്സ് കിടന്ന് പിടയ്ക്കുകയായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. എന്താ ഉണ്ടായത്? എങ്ങനെയാ ഇവളിവിടെ എത്തിയത്? എന്താ സംഭവിച്ചത്? അച്ഛൻ അവനോട് ചോദിച്ചു. ഒന്നുമില്ല, അവൾ ചെറിയൊരു അബദ്ധം കാണിക്കാൻ വേണ്ടി പുഴക്കടവിലേക്ക് വന്നു. ഞാൻ അവിടെ കടവിൽ കുളിക്കുകയായിരുന്നു. ഞാൻ കണ്ട് രക്ഷപ്പെടുത്തി ഇങ്ങ് കൊണ്ടുപോന്നു. അവൻ അത് പറഞ്ഞതും അച്ഛനും അമ്മയും ആകെ ഞെട്ടിപ്പോയി. എന്താ മോളെ ഇത്? നിനക്ക് ഞങ്ങളില്ലേ? എന്ത് കരുതിയിട്ടാ നീ കടുങ്കൈ ചെയ്യാൻ പോയത്? അവന് നിന്നെ വേണ്ടെങ്കിൽ വേണ്ട, നിന്റെ അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലേ?
അവർ അത് കേട്ടപ്പോൾ പേടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇത്ര നേരം അതൊക്കെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതെങ്കിലും ഒരുത്തന് വേണ്ടെന്ന് വെച്ച് നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിക്കണോ? നിങ്ങൾ കയറിയിരുന്നാട്ടെ. അവൻ്റെ അമ്മ വളരെ ബഹുമാനത്തോടെ അത് പറഞ്ഞപ്പോൾ ദിവ്യയുടെ അച്ഛൻ അവരെ ഒന്നും നോക്കി. കുറേ സ്വത്തും പണവും ഒക്കെ കൊടുത്ത് കെട്ടിച്ചയച്ച മോളുടെ വീട്ടിൽ ഇന്ന് ചെന്നപ്പോൾ വിശാലിൻ്റെ അമ്മ ഒന്ന് കയറിയിരിക്കാൻ പോലും പറഞ്ഞില്ല. ഇപ്പോൾ ഏതോ ഒരു സ്ത്രീ തങ്ങൾ മുറ്റത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ വിനയത്തോടെ കയറിയിരിക്കാൻ പറയുന്നു. ദിവ്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അച്ഛൻ ഉമ്മറത്തേക്ക് കയറി. ഒപ്പം അമ്മയും. അവൻ്റെ അമ്മ അപ്പോൾ വേഗത്തിൽ അകത്തുപോയി അവർക്ക് രണ്ടുപേർക്കും കുടിക്കാൻ വെള്ളവുമായി വന്നു. അപ്പോഴേക്കും അവൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്താ മോളെ, മുഴുവനായിട്ടില്ലെങ്കിലും പറഞ്ഞ പൈസ ഞാൻ തന്നതല്ലേ, എന്നിട്ടും പിന്നെന്താ പ്രശ്നമുണ്ടായത്? അച്ഛൻ അവളോട് ചോദിച്ചു. അച്ഛാ, ഒരു പെണ്ണിന് എന്തും സഹിക്കാം. എത്ര അവഗണിച്ചാലും അധിക്ഷേപിച്ചാലും ഒക്കെ സഹിച്ചു പിടിച്ചു നിൽക്കാം. പക്ഷേ കെട്ടിയ പെണ്ണിന്റെ മാനത്തിന് അയാൾ ഫോണിലൂടെ മറ്റൊരാളോട് വില പറയുന്നത് കേട്ടാൽ ഞാൻ എന്ത് ചെയ്യണം? അച്ഛൻ കാശ് കൊടുക്കാത്തത് കൊണ്ട് എന്നെ ആർക്കെങ്കിലും കൂട്ടിക്കൊടുത്ത് പൈസ ഉണ്ടാക്കുമെന്ന് അയാൾ ഫോണിൽ ആരോടോ പറയുന്നത് ഞാൻ കേട്ടു. അവൾ അത് പറഞ്ഞ് വിറയലോടെ കരഞ്ഞപ്പോൾ അച്ഛനും അമ്മയും ആകെ ഞെട്ടിപ്പോയിരുന്നു. ഒപ്പം ആ ചെറുപ്പക്കാരനും അവൻ്റെ അമ്മയും. അതുകൂടെ കേട്ടപ്പോൾ അവൻ അവളോട് എന്തോ വല്ലാത്തൊരലിവ് തോന്നി. കണ്ടില്ലേ സാറേ, ഇങ്ങനെയുള്ളവന്മാർക്കൊന്നും ഒരിക്കലും പെൺമക്കളെ പിടിച്ചു കൊടുക്കരുത്. അവര് കെട്ടുപ്രായം കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങ് നിന്നോട്ടെ എന്ന് വിചാരിക്കണം. നമുക്ക് ആയുസുള്ള കാലത്തോളം നമുക്ക് നോക്കാമല്ലോ. കൂടാതെ എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിച്ചെടുക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ അവരുടെ കാര്യങ്ങൾ അവർക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. സാരമില്ല, എന്തായാലും അങ്ങനെ ഒരിടത്തു നിന്ന് ഈ കുട്ടി രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ സമാധാനിക്കാം. വളരെ സ്നേഹത്തോടെ പക്വതയോടെ അവൻ അത് പറഞ്ഞപ്പോൾ ദിവ്യയുടെ അച്ഛന് ആ ചെറുപ്പക്കാരനോട് എന്തെന്നില്ലാത്ത ബഹുമാനം തോന്നി. മോൻ്റെ പേരെന്താ? അച്ഛൻ അപ്പോൾ അവനോട് ചോദിച്ചു. എൻ്റെ പേര് ആനന്ദ്. ഞാൻ കണ്ടതുകൊണ്ട് മാത്രമാണ് ദിവ്യ എന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ആ ഷോക്കിൽ ഞാൻ അവളെ പിടിച്ച് പുല്ലിലേക്കൊന്ന് തള്ളിയിരുന്നു. ഒരു നിമിഷം തെറ്റിയിരുന്നെങ്കിൽ പുഴയിൽ ആണ്ടുപോയേനെ. രക്ഷിച്ചെടുത്ത വെപ്രാളത്തിൽ ദേഷ്യം കൊണ്ട് ചെയ്തു പോയതാ. ഒന്നും മനസ്സിൽ വെക്കരുത്. അവൻ സ്നേഹത്തോടെ ദിവ്യയെ നോക്കി. അവൾ അപ്പോൾ അവനെ നോക്കി ഒരു പരിഭവവുമില്ലെന്ന് പറയുന്ന പോലെ ചെറുതായൊന്ന് ചിരിച്ചു. അവൾ എന്തു മനസ്സിൽ വെക്കാനാ മോനെ? എൻ്റെ മോളിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ മോൻ കണ്ടതുകൊണ്ടല്ലേ. മോനിനി അവളെ തല്ലിയിട്ടുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അവൾ ജീവനോടെ ഉണ്ടല്ലോ. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അച്ഛൻ ആനന്ദിനോട് പറഞ്ഞറിയിക്കാനാവാത്ത നന്ദിയും കടപ്പാടുമുണ്ടായിരുന്നു. ദിവ്യയ്ക്കും അതെ. ഇനി ഞാൻ അവൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുട്ടിയെ വിടില്ല. നാളെ തന്നെ വക്കീലിനെ കണ്ട് കേസ് കൊടുക്കണം. സ്ത്രീധനമായി അവന് കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങണം. മോൾക്കിനി അവനെ വേണ്ട. എൻ്റെ കുട്ടിയെ ജീവിതകാലം മുഴുവൻ അച്ഛൻ നോക്കും. അല്ലെങ്കിൽ അവനേക്കാൾ നല്ലൊരു പയ്യൻ എൻ്റെ മോൾക്ക് വരും, ഉറപ്പാണ്. അച്ഛൻ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ കേസ് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ ഇവൻ്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ചോളൂ. ഇവൻ അഡ്വക്കേറ്റാണ്. ആനന്ദിൻ്റെ അമ്മ അപ്പോൾ അവരോട് പറഞ്ഞു. ദിവ്യയും ദിവ്യയുടെ അച്ഛനും അമ്മയും ഒക്കെ അത് കേട്ടപ്പോൾ ആകെ ഒന്ന് ഞെട്ടി. പണി കഴിഞ്ഞു വന്ന് പുഴക്കടവിൽ കുളിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴും ആ വീടും സാഹചര്യങ്ങളും കണ്ടപ്പോഴും എന്തോ സാധാരണ ജോലിയാണെന്നാണ് അവർ കരുതിയത്. അഡ്വക്കേറ്റാണോ? ദിവ്യയുടെ അച്ഛൻ ഏറെ ബഹുമാനത്തോടെ ചോദിച്ചു. അതെ, അഡ്വക്കേറ്റാണ്. സിവിൽ കേസ് ആൻഡ് ഫാമിലി കേസ് എടുക്കാറുണ്ട്. പണ്ട് മുതലേ ഈ പുഴയിൽ കുളിച്ചാണ് ശീലം. ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്നപ്പോൾ ഒന്ന് നീന്തി കുളിക്കാനായിട്ട് ചെന്നതാണ്. അപ്പോൾ ആ ദിവ്യയെ കണ്ടത്. അമ്മയുടെ നിർബന്ധമായിരുന്നു എന്നെ വക്കീലാക്കണമെന്ന്. എനിക്കൊരു ചേച്ചി കൂടിയുണ്ട്, കല്യാണം കഴിഞ്ഞതാണ്. അച്ഛൻ മരിച്ചപ്പോൾ അച്ഛൻ്റെ തറവാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഷെയർ ഒന്നും തരാതെ വല്യച്ഛന്മാരും ചെറിയച്ഛന്മാരും ഒക്കെ കൂടെ ഇറക്കി വിട്ടതാണ് ഞങ്ങളെ. അന്ന് ഞാനും പെങ്ങളുമൊക്കെ ചെറുതായിരുന്നു. കേസിന് പോകാനോ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാനോ ഒന്നും ആരുമില്ലായിരുന്നു. അന്നേ അമ്മയ്ക്ക് വാശിയായിരുന്നു എന്നെ പഠിപ്പിച്ചൊരു അഡ്വക്കേറ്റ് ആക്കണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു വക്കീലാണ്. അവിടെ നിന്ന് ഇറക്കി വിട്ടപ്പോൾ കടം മേടിച്ചും കയ്യിലുള്ളത് നുള്ളിപ്പെറുക്കിയും വിറ്റുമൊക്കെ ഈ പുഴക്കടവിൽ വന്ന് കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു കുഞ്ഞു വീട് വെച്ചു. ഇപ്പോൾ ഇവിടുന്ന് മാറി ടൗണിലായിട്ട് വേറൊരു വീട് പണിയുന്നുണ്ട്. പണി കംപ്ലീറ്റ് ആയിട്ടില്ല, തീർന്നാൽ അങ്ങോട്ട് മാറണം. എന്നാലും ഇവിടെ വല്ലാത്തൊരിഷ്ടമാണ്. സാർ ആലോചിച്ചിട്ട് ഈ കുട്ടിക്ക് അവനോടൊപ്പം തുടരാൻ താല്പര്യമില്ലെങ്കിൽ ബന്ധം പിരിയുന്നത് തന്നെയാണ് നല്ലത്.
വെറുതെ നമ്മുടെ കയ്യിലുള്ള പൈസയും കൊടുത്തിട്ട് നമ്മുടെ മക്കളെ കണ്ണീര് കുടിപ്പിക്കേണ്ടല്ലോ. അങ്ങനെ ചെയ്യാനാണ് തീരുമാനമെങ്കിൽ കേസ് ഞാൻ എടുത്തോളാം. കൊടുത്ത ഗോൾഡും ക്യാഷും ഒക്കെ തിരിച്ചു വാങ്ങിക്കാൻ നമുക്ക്, അവൻ അച്ഛനോട് പറഞ്ഞു. ശേഷം ദിവ്യയെ നോക്കി. പേടിക്കണ്ട കേട്ടോ, ഒക്കെ ശരിയാവും. തനിക്ക് ഒരു കുറവുമില്ല. ദിവ്യ കണ്ണ് കാണാത്തവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കയ്യും കാലും ഇല്ലാത്തവരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവരൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് ഈ ലോകം കാണാം. കാലുകൊണ്ട് നടക്കാം, കൈകൊണ്ട് ഭക്ഷണം കഴിക്കാം, ഒക്കെ ചെയ്യാം. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തനിക്ക് ഒരു കുറവുമില്ല. സന്തോഷമായിരിക്കെ. അവൻ പോകുന്നെങ്കിൽ പോട്ടെ, നമുക്ക് ജീവിതം ഇനിയും മുന്നോട്ടില്ലേ? വളരെ ആത്മവിശ്വാസത്തോടെ അവൻ അത് പറഞ്ഞപ്പോൾ മനസ്സിലെ വിഷമമെല്ലാം മറന്നുകൊണ്ട് ദിവ്യ അവനെ നോക്കി ഒന്ന് നന്നായി ചിരിച്ചു. അവളുടെ അച്ഛനും അമ്മയ്ക്കും അവനോട് വല്ലാത്തൊരിഷ്ടം തോന്നി. അത്രയും ബോൾഡായി ആത്മവിശ്വാസത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ചെറുപ്പക്കാരന് ആർക്കാണ് ഇഷ്ടമാവാത്തത്? കുറച്ചു നേരം അവിടെ നിന്ന് സംസാരിച്ച ശേഷം ആനന്ദിന് അമ്മയെ ഡോക്ടറെ കാണിക്കാൻ പോകാനുള്ളത് കൊണ്ട് തന്നെ അവർ ഒരുമിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനിടയ്ക്ക് ആനന്ദിന്റെ അമ്മയും ദിവ്യയുടെ അമ്മയും വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. ഒപ്പം ആനന്ദും അച്ഛനും ഒക്കെ കൂടെ നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ചു. നല്ല രീതിയിൽ ദിവ്യയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഒന്നും പേടിക്കേണ്ട, എല്ലാത്തിനും താനുണ്ട് കൂടെയെന്ന് അവൻ അവരോട് പറഞ്ഞു. അവന്റെ ആ വാക്ക് അവളുടെ അച്ഛനും അവൾക്കും കിട്ടിയ വലിയൊരു ബലം തന്നെയായിരുന്നു. ശേഷം ദിവ്യയും അച്ഛനും അമ്മയും പോകാനായി കാറിൽ കയറി. തിരിച്ചു പോകുമ്പോൾ അവർ റോഡിൽ നിർത്തിയിട്ട കാർ തിരിക്കാൻ ആനന്ദാണ് പിറകിൽ നിന്ന് കൈ കാണിച്ചു കൊടുത്തത്. ആനന്ദിനോട് ബൈ പറഞ്ഞ് കാർ മുന്നോട്ടെടുത്തപ്പോൾ അച്ഛൻ പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞ് കാർ ഒന്ന് നിർത്തിച്ചു. ശേഷം ഡോറിന്റെ ഗ്ലാസ് താഴ്ത്തി തല പുറത്തേക്കിട്ടു. ആനന്ദ് അപ്പോൾ അങ്ങോട്ട് ഓടി വന്നു. കാറിന്റെ ഡോറിൽ പിടിച്ചുകൊണ്ട് അവൻ അച്ഛനെ നോക്കി ചിരിച്ചു. പോട്ടെ മോനെ. അയാൾ സ്നേഹത്തോടെ ഡോറിന്റെ മുകളിൽ വെച്ച അവന്റെ കയ്യിൽ ചെറുതായി ഒന്ന് തലോടി. ഒരു നിമിഷം അവൻ അദ്ദേഹത്തോട് വളരെ ബഹുമാനം തോന്നി. ശരി. അവൻ അച്ഛനെയും പുറകിലെ സീറ്റിലിരിക്കുന്ന അമ്മയെയും ദിവ്യയെയും ഒന്ന് നോക്കി ചിരിച്ചു. ദിവ്യയും അമ്മയും അപ്പോൾ സ്നേഹത്തോടെ അവനോട് തലയാട്ടി. പോട്ടെ, ഒരുപാട് നന്ദിയുണ്ട്, അച്ഛൻ അവനോട് പറഞ്ഞു. നന്ദിയുടെ ഒന്നും ആവശ്യമില്ല സാർ. എന്നെക്കൊണ്ടാവുന്നത് ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. കേസൊക്കെ കഴിഞ്ഞ് ബന്ധമൊക്കെ ലീഗലായി ഡിവോഴ്സ് ആയ ശേഷം സാറിന് താല്പര്യമാണെങ്കിൽ ഞാൻ കല്യാണം കഴിച്ചോളാം ഇവളെ. പെട്ടെന്നൊട്ടും പ്രതീക്ഷിക്കാതെ ആനന്ദ് അത് പറഞ്ഞപ്പോൾ ദിവ്യയുടെ അച്ഛനും അമ്മയും ദിവ്യയും ആകെ ഷോക്കായി. അവരുടെ മൂന്നാളുടെ കണ്ണിലും അത്ഭുതമായിരുന്നു. സഹതാപം കൊണ്ടൊന്നും ചോദിക്കുകയല്ല സാർ, ശരിക്കും ഒരിഷ്ടം തോന്നുന്നത് കൊണ്ടാണ്. പിന്നെ ഞാൻ രക്ഷിച്ചെടുത്ത ജീവനല്ലേ, എനിക്ക് തന്നെ എടുത്താലോ എന്ന് തോന്നി. സാർ ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. സാറിന് സമ്മതമാണെങ്കിൽ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അവളുടെ ഒരു പോരായ്മകളും കണക്കിലെടുക്കാതെ പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. ആനന്ദ് അത് പറഞ്ഞപ്പോൾ ഒരു വിതുമ്പലോടെ ദിവ്യയുടെ അച്ഛൻ അയാളുടെ കണ്ണുനീർ തുടച്ചു. ശരിയെന്നാ. ആനന്ദ് അവർക്ക് നേരെ കൈ കാണിച്ചു. വളരെ ബഹുമാനത്തോടെ ശരിയെന്ന് തലയാട്ടി അവന് കൈകൊണ്ട് ടാറ്റ കാണിച്ചുകൊണ്ട് അയാൾ ഡ്രൈവറോട് കാർ എടുക്കാനായി പറഞ്ഞു. കാർ മുന്നോട്ട് പോകുന്തോറും അവർ മൂന്നുപേരും കാറിൽ നിന്ന് അവനെ തിരിഞ്ഞു നോക്കി. ദിവ്യ അപ്പോൾ കണ്ണിറയെ കാണുകയായിരുന്നു. പുഴക്കടുത്തായി റോഡ് ചെന്ന് അവസാനിക്കുന്നിടത്ത് കാവിമുണ്ടും നീല ഷർട്ടുമിട്ട് തങ്ങളുടെ കാറിനെ നോക്കി നിൽക്കുന്ന നല്ലവനായ ആ ചെറുപ്പക്കാരനെ. കാർ അവന്റെ കൺവെട്ടത്തിൽ നിന്ന് മറയുവോളം അവൻ അവിടെ അവരെ നോക്കി നിന്നു. അവളുടെ മനസ്സിലപ്പോൾ അവന്റെ മുഖം മാത്രമായിരുന്നു. മരണത്തിൽ നിന്ന് തൻ്റെ ജീവൻ രക്ഷിച്ചെടുത്ത, ഏറെ ബഹുമാനത്തോടെ കാര്യങ്ങൾ പറഞ്ഞു തന്ന, ഒരല്പനേരം കൊണ്ടാണെങ്കിലും ജീവിക്കാൻ ഒരു വാശി തന്ന, സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ ചെറുപ്പക്കാരൻ്റെ മുഖം. ചെറിയൊരു നാണത്തോടെയും ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെയും അവൾ കാറിൻ്റെ സീറ്റിലേക്ക് തല ചേർത്തു വെച്ചു. സ്നേഹത്തിൻ്റെ വില അറിയുന്ന ഇതുപോലുള്ള ചെക്കന്മാർക്കല്ലേ പെൺമക്കളെ പിടിച്ചു കൊടുക്കേണ്ടത്. വിശാലിനെ ഓർക്കുമ്പോൾ പുച്ഛവും ആനന്ദിനെ ഓർക്കുമ്പോൾ ഏറെ ബഹുമാനവും ദിവ്യയുടെ അച്ഛൻ്റെ മനസ്സിൽ തോന്നി. അവനോട് തോന്നിയ ഇഷ്ടം കൊണ്ടും അളവില്ലാത്ത ബഹുമാനം കൊണ്ടും അയാൾ അയാളുടെ മനസ്സിൽ പലതും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. കേസ് നടന്നു. ആനന്ദ് ആ കുടുംബത്തിന് വലിയൊരു ബലവും താങ്ങുമായി നിന്നു. ഒടുക്കം ദിവ്യ എന്ന പെൺകുട്ടിയെ വിശാലുമായി വേർപെടുത്തി തൻ്റെ ഭാര്യയാക്കി. ആദ്യ രാത്രിയിൽ അവളെ തൻ്റെ നെഞ്ചോട് ചേർക്കുമ്പോൾ പെണ്ണ് കെട്ടിയ വകയിൽ കിട്ടാവുന്ന പൊന്നിൻ്റെയോ പണത്തിൻ്റെയോ സ്വത്തിൻ്റെയോ കണക്കുകൾ ആനന്ദിൻ്റെ മനസ്സിലില്ലായിരുന്നു. താനെന്ന ആണിന് ഒരു പെണ്ണിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ബോധ്യം മാത്രമേ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. അതത്രയും കൊടുക്കാനെന്ന പോലെ അവൻ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു.
ഒരാണെന്ന നിലയിലും പെണ്ണെന്ന നിലയിലും അവർ പരസ്പരം ഒന്നാകുമ്പോൾ ദിവ്യ അറിയുകയായിരുന്നു യഥാർത്ഥ ആണിന്റെ ചൂടിന്റെയും സ്നേഹത്തിന്റെയും പവിത്രത. അവളെയും അതുപോലെ പവിത്രമായി കണ്ടുകൊണ്ട് എല്ലാ നന്മയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആനന്ദ് അവന്റെ പെണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി. പെണ്ണിന്റെ പൊന്നിനും പണത്തിനും മാത്രം വിലയിട്ട് കണ്ട വിശാൽ എന്ന ദുഷ്ടനും ആനന്ദ് എന്ന നിഷ്കളങ്കനായ ചെറുപ്പക്കാരനും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതായിരുന്നു. ഒരുവൻ പുല്ലുപോലെ കണ്ടതിനെ മറ്റൊരുത്തന് സ്വർണം പോലെ കാക്കാനും അറിയാം. ആദ്യ രാത്രിയിൽ അവരൊന്നു ചേരുമ്പോൾ ദിവ്യയുടെ വീട്ടിൽ ദിവ്യയുടെ അച്ഛനും സമാധാനത്തിൽ കിടക്കുകയായിരുന്നു. അതെ, ആനന്ദിനെ പോലെയുള്ള ചെറുപ്പക്കാർക്കാണ് പെൺമക്കളെ കൈപിടിച്ചു കൊടുക്കേണ്ടത്. എത്രയും പെട്ടെന്ന് തന്നെ ആനന്ദിന്റെയും ദിവ്യയുടെയും കുഞ്ഞിനെ, തങ്ങളുടെ പേരക്കുട്ടിയെ താലോലിക്കണമെന്ന മോഹത്തോടെ ദിവ്യയുടെ അച്ഛൻ സ്വപ്നത്തിലേക്ക് വീണു. ആദ്യ വിവാഹത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിച്ച, വൈകല്യത്തിന്റെ പേരിൽ ചെറുപ്പം മുതലേ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച തന്റെ പാതിയെ ഇനി അങ്ങോട്ട് ഒരു ദുഃഖവുമില്ലാതെ സന്തോഷത്താൽ നിറയ്ക്കണം. ആനന്ദ് അപ്പോൾ ദിവ്യയുടെ മുടന്തുള്ള കാൽവിരലുകളിൽ അവന്റെ കൈകൊണ്ട് അമർത്തിപ്പിടിച്ചു. പതിയെ അവളുടെ കാലിലേക്ക് ഉമ്മ വെച്ചു. ദിവ്യയുടെ കണ്ണും മനസ്സും അപ്പോൾ വല്ലാതെ നിറഞ്ഞു. അയ്യോ വേണ്ട, കാലിൽ തൊടല്ലേ ഏട്ടാ, പ്രത്യേകിച്ചും എന്നെപ്പോലെ വൈകല്യമുള്ള ഒരാളുടെ കാലിൽ, അവൾ ആനന്ദിന്റെ കൈ തടുത്തുകൊണ്ട് പറഞ്ഞു. ആനന്ദ് അപ്പോൾ അവളെ നോക്കി ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കാലിന്റെ ഈ പ്രശ്നം കൊണ്ടല്ലേ നമ്മളിപ്പോൾ ഒന്നായത്? അല്ലെങ്കിൽ എന്നോ നിന്റെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നില്ലേ? മറ്റാരോടൊപ്പമോ ജീവിക്കുന്നുണ്ടാകും ഇപ്പോൾ. അങ്ങനെയാണെങ്കിൽ നീ ഒരിക്കലും മരണത്തിലേക്ക് വരില്ലായിരുന്നല്ലോ. അവൻ അത് പറഞ്ഞപ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവന്റെ മുഖം അവളുടെ കൈകളിൽ വാരിയെടുത്തു. വാക്കുകൾ കൊണ്ട് അവനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയാത്തതുകൊണ്ട് തന്നെ അവളുടെ ഓരോ വാക്കുകളും അവന്റെ മുഖത്ത് അവളുടെ ഉമ്മയായി ചെന്നു പതിച്ചു. അവന്റെ മുഖത്തും കവിളിലുമെല്ലാം സ്നേഹത്തോടെ അവൾ വാരിപ്പുണർന്നു. നന്ദിയോടെയുള്ള അവളുടെ ഉമ്മകൾ താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ അവൻ അവളെ ബലമായി ചേർത്തുപിടിച്ച് കട്ടിലിലേക്ക് കിടന്നു. കരയല്ലേടി പെണ്ണെ, ഇങ്ങനെ നന്ദി പറച്ചിലിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. നമ്മൾ ഒന്നല്ലേ ഇപ്പോൾ? അവൻ അവന്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ കണ്ണുനീർ ഒപ്പിയെടുത്തു തുടച്ചു. കലങ്ങിയ കണ്ണുകൾക്ക് മീതെ പതിയെ ഉമ്മ വെച്ചു. 1000 കോടി സ്നേഹത്തോടെ ആനന്ദ് തന്റെ പാതിയെ വീണ്ടും വീണ്ടും നെഞ്ചോട് ചേർത്ത് വാരി പുണരുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുകയായി അവന്റെ യഥാർത്ഥ പ്രണയം.